ജനറേഷൻ, നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലുള്ള നല്ലൊരു തലമുറ ഒരു പഴയ ആളുകളുടെ ജീവിതത്തിലേക്ക് എത്താതെ പോയത്. അതായത് ഇന്നത്തെ തലമുറ അവരുടെ ലോകത്തിൽ അവരുടെ കാര്യങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. ചുമരുകൾക്കുള്ളിലേക്ക്, പ്രത്യേകിച്ച് മൊബൈലും കൂടി വന്നപ്പോഴേക്കും അതിലേക്ക് കൂടുതൽ അവർ ഒതുങ്ങിപ്പോയി. ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ അവർക്ക് വളരെ കുറഞ്ഞുപോയി. ഇത് നമ്മൾ പരിഹരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാൻ പലർക്കും സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം പോലുള്ളൊരു രാജ്യം, ജനാധിപത്യം ഉള്ളൊരു രാജ്യം. ഈ ജനാധിപത്യത്തിനുള്ളൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ ആർക്കും എന്തും അഭിപ്രായം പറയാം. അത് ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിച്ച് വകതിരിച്ച് മനസ്സിലാക്കാനുള്ള ധർമ്മബുദ്ധി നമ്മുടെ ആളുകൾക്കില്ലെങ്കിൽ ഈ തെറ്റു പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നും. അങ്ങനെയാണ് പലപ്പോഴും പലരും അപകടത്തിൽപ്പെടുന്നത്. ഔഷധം അന്വേഷിക്കാൻ പോയ ഹനുമാന്റെ മുന്നിൽ കാലനേമി എന്നൊരു ആള് സന്യാസി രൂപത്തിൽ വരും. ദാഹജലത്തിന് വേണ്ടി പോയ ഹനുമാൻ സ്വാമി ഈ കാലനേമി എന്ന് പറയുന്ന സന്യാസി പറയും, ഓ സാവകാശം കുടിച്ചിട്ട് പോയാൽ മതി, അവിടെയൊക്കെ ഓക്കെയാണ്, അതിന് ധൃതിയൊന്നും വെക്കണ്ടെന്ന്. വീണ്ടും തൻ്റെ ദാഹം കെടാത്തത് കൊണ്ട് അവിടെയുള്ള പുഴയിൽ പോയി വെള്ളം കുടിക്കുമ്പോഴാണ് ഒരു മുതല വരുന്നതും ആ മുതലയെ കൊല്ലുമ്പോഴാണ് അതിൽ നിന്നൊരു നിത്യരൂപം വരുന്നതും ഈ കാലനേമിയൊരു രാക്ഷസനാണ്, നിന്നെ വഴിമുടക്കാൻ വന്നതാണെന്നൊക്കെയുള്ള വിവരം അറിയുന്നത്. അപ്പം തൻ്റെ മുന്നിൽ നിൽക്കുന്നവർ വഴിമുടക്കിയാണെന്ന് അറിയാതെ പോയാൽ, അതിൽ പെട്ടുപോയാൽ അത് ഒരു സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കും. അപ്പം നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ചിരപുരാതനമായ സംസ്കൃതിയുടെ നാടാണ്. അപ്പം ആ സംസ്കാരമുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഭക്തി, ജപിക്കൽ, ഭജനകൾ, അങ്ങനെ പലതും ചേർന്ന ഒരു സംസ്കൃതി. അപ്പം അങ്ങനെയുള്ള ആ സംസ്കൃതി നാളത്തെ തലമുറയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ കഥകളെ കുറെ കൂടി ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞാലൊന്നും അവരനുസരിക്കില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് ഇതെങ്ങനെ 10 പേരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിനെക്കുറിച്ച് എഴുതുകയോ ഇതിനെക്കുറിച്ച് പറയുകയോ ഇതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് നൽകാൻ സാധിക്കണം. ഇന്നിപ്പോൾ നമുക്ക് വാട്സാപ്പുകളുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് 10 പേരിലേക്കൊക്കെ രാമായണത്തിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് നല്ലത് എഴുതി കഥകൾക്കപ്പുറത്ത് രാമായണത്തെ കാണാം. കഥകൾ കാണാൻ എല്ലാവർക്കും പറ്റും. കഥകളല്ല നമ്മൾ കാണേണ്ടത്, കഥകൾ ചരിത്രമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കഥകളെ കൊണ്ടുവരുന്നിടത്താണ് ആ കഥയുടെ മഹത്വം. അതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈലെല്ലാം രാമായണ പ്രചരണത്തിനുള്ള ഒരു ഉപകരണമായി മാറേണ്ടത്. അപ്പം അതുകൊണ്ട് വെറുതെ രാമായണം വായിച്ചു പോകരുത്. അതൊരു കഴുതത്തരമാണ്, മണ്ടത്തരമാണ്, അതൊരു മൃഗബുദ്ധിയാണ്. കഥയും കേട്ടു പോകരുത്. കാരണം കഥ ചരിത്രമാണ്, കഴിഞ്ഞുപോയ ചരിത്രമാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അല്പം ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ അന്ധമായ ഭക്തി നമ്മൾ കൊണ്ടു നടക്കരുത്. ഇപ്പം നിങ്ങളൊന്ന് അല്പ ബുദ്ധിയോടുകൂടി ചിന്തിക്കണം. ഒരു കൃഷ്ണൻ അവതരിച്ചു, രാമൻ അവതരിച്ചു, അതേപോലെ ഒരു അവതാരം ഇനി വരില്ല. അങ്ങനെയുള്ളൊരു ആളെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ തന്നെ നോക്കൂ, ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് വരുന്നത്. ഇനി കൃഷ്ണനെപ്പോലെ ഒരു കൃഷ്ണനൊരു വരാൻ പറ്റില്ല, രാമനെപ്പോലെ ഒരു രാമൻ ഇനി വരില്ല. അപ്പം അത് ചരിത്രമാണ്. അപ്പം ഞാനും നിങ്ങളും വന്നു, നമ്മളിനി ഇതേപോലെ വരില്ല. ഇതുവരെ ലോകത്തിൽ ആരും വന്നിട്ടില്ല. ഓരോ ജന്മവും വ്യത്യസ്തമാണ്. ഓരോ ജന്മവും പുതിയ രൂപങ്ങളും ഭാവങ്ങളുമാണ്. അപ്പം പിന്നെ പഴയ രാമനെയും പഴയ കൃഷ്ണനെയും ആരാധിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അത് അന്ധതയാണ്. അന്ധമായ ഒരു ആരാധന ഉണ്ടാവരുത്. അപ്പം നമ്മൾ ഈ വിഗ്രഹങ്ങളൊക്കെ വെച്ച് ആരാധന എന്ന് പറയുന്നത് ചെയ്യുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ ദൈവീകമാക്കാനുള്ള ഒരു പ്രയത്നമാണെന്ന് എപ്പോഴും ഓർക്കണം.
അത് പ്രാർത്ഥനയല്ല, പ്രയത്നമാണ്, സാധനയാണ്. ഈ വാക്കാണ് ഹിന്ദുക്കൾ പഠിക്കാതെ പോയത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാമൻ ഇതുപോലെ ഇനി തിരിച്ചു വരുന്നുള്ളത്, കൃഷ്ണൻ അതുപോലെ തിരിച്ചു വരുന്നുള്ളത്? അതൊക്കെ മൂഢത്വമാണ്. ഒരു കൃഷ്ണനും തിരിച്ചു വരാൻ പോണില്ല. ഒരിക്കൽ ശരീരം പോയാൽ പോയതാണ്. ഇനി ഏത് രൂപത്തിൽ വരും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ എന്തിനാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ധമായ പ്രാർത്ഥനകൾക്കല്ല, സാധനയ്ക്കാണ്. അതിന് രാമായണത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇവിടെയാണ് നിങ്ങളൊക്കെ രാമായണത്തിലെ വാട്സാപ്പ് രാമായണത്തെയൊക്കെ ഉപയോഗിച്ച് കുട്ടികളിലേക്കൊക്കെ എന്തെങ്കിലും ഒരു മെസ്സേജ് രാമായണത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ നമ്മളൊക്കെ പഠിച്ചാൽ മാത്രമേ അടുത്ത തലമുറയിലേക്ക് അല്പം വെളിച്ചം പകർന്നു പോകുന്നവരായി നമുക്ക് മാറാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിനി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം ഭരതൻ്റെ വനയാത്രയാണ്. ഭരതൻ വനത്തിലേക്ക് പോകുന്നു. രാമനെ കൂട്ടിക്കൊണ്ടുവരാനാണ് പോകുന്നത്. പോകുമ്പോൾ തന്നെ ഭരതൻ മരവുരിയൊക്കെ കൊടുത്ത് രാമൻ എങ്ങനെയാണോ പോയത് അതേപോലെ അങ്ങനെ വലിയൊരു കൂട്ടം ആളുകളായിട്ടാണ് പോകുന്നത്. വസിഷ്ഠ മഹർഷിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അരുന്ധതി ദേവിയുണ്ട്, മന്ത്രിമാരുണ്ട്, സുമന്ത്രർ തുടങ്ങിയ മന്ത്രിമാരുണ്ട്, 3 അമ്മമാരുണ്ട്, ശത്രുഘ്നനുണ്ട്. എല്ലാവരും കൂടി ചേർന്നുള്ളൊരു യാത്ര. രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ ഭരതൻ്റെ നേതൃത്വത്തിലുള്ള യാത്ര. അവര് ശൃംഗവേരപുരം എന്ന് പറയുന്ന ഗുഹന്റെ സ്ഥലത്തെത്തി. അപ്പൊ ഗുഹൻ ആദ്യം ഒരു സംശയത്തോടു കൂടിയിട്ടാണ് ഭരതനെ കാണുന്നത്. എന്തുദ്ദേശമാണ്? കാരണം സൈന്യമുണ്ട്, പതാകയുണ്ട്. എന്തുദ്ദേശമാണ് ഭരതന്? കാട്ടിലും വെച്ച് പൊറുപ്പിക്കരുത് എന്നാണോ? കാട്ടിൽ നിന്നും ഓടിക്കാനാണോ? രാമനെ ശത്രുവായി കണ്ടിട്ടാണോ എന്നൊക്കെ ഒരു സംശയം ഗുഹനുണ്ടായി. ഗുഹൻ തൻ്റെ ആളുകളോടൊക്കെ പറഞ്ഞു, തോണി കൊടുക്കരുത്, ഇക്കരയ്ക്ക് അവരെ കയറ്റരുത്, എല്ലാവരും ഭദ്രമായിട്ട് നോക്കണം, അവരുടെ ഉദ്ദേശ്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. പിന്നീട് അവർക്ക് മനസ്സിലായി ഭരതൻ വരുന്നത് ശത്രുവായിട്ടല്ല, രാമനോടുള്ള അത്യന്തം സ്നേഹവും ആദരവും ബഹുമാനവും രാമനെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. പിന്നെ ഗുഹനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഗുഹൻ കഥകളൊക്കെ പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ ഒരമ്മ, ഈ ഒരു ദുഷ്ടകാരനാണ് രാമൻ കാട്ടിലായത്. എനിക്ക് ഒരു രാജ്യമോഹം ഉണ്ടായിരുന്നില്ല, എനിക്കൊരു രാജ്യം വേണ്ടതാനും അത് ജ്യേഷ്ഠന് അവകാശപ്പെട്ടതാണ്, അതെല്ലാം അമ്മ തകിടം മറച്ചു എന്നൊക്കെ പറഞ്ഞ അമ്മയെ കുറ്റം പറഞ്ഞപ്പം ഗുഹന് മനസ്സിലായി രാമനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഭരതൻ വരുന്നത്. എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നീട് അവർ ഭരദ്വാജ ആശ്രമത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഭരദ്വാജ മഹർഷിക്കായിട്ട് കണ്ട് സംസാരിച്ച് പിന്നീട് ചിത്രകൂടത്തിലേക്ക് പോവുകയാണ്. ഈ ആരവും ഘോഷവും ഒക്കെ കേട്ടപ്പോൾ തുടക്കത്തിൽ ലക്ഷ്മണനും സംശയിച്ചു ഭരതനെ എന്നാണ്. എന്തിനാവോ ഈ ഭരതൻ വരുന്നതെന്ന്. പിന്നീട് ഭരതൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവർ വരുന്നത്, അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അപ്പം വരുന്നത് നല്ല ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കാം. ഏതായാലും ചിത്രകൂടത്തിലെത്തി ഭരതൻ. ദൂരെ നിന്ന് രാമനെ കണ്ടതോടുകൂടി തന്നെ നമസ്കരിച്ചു. പിന്നെ രാമൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഓടി വന്ന് പാദത്തിൽ വീണ് നമസ്കരിച്ചു. കുറേ നേരം പൊട്ടി കരഞ്ഞ് അപ്പോഴേക്കും രാമനെടുത്ത് ആലിംഗനമൊക്കെ ചെയ്തു. രാമൻ മടിയിലൊക്കെ പിടിച്ചിരുത്തി എന്നാണ് ഭരതനെ. നല്ലവണ്ണമൊക്കെ ഒന്ന് തൊട്ടും തലോടിയും സാന്ത്വനിപ്പിച്ച് സമാധാനിപ്പിച്ച് ഭരതനെ അടുത്തിരുത്തി. പിന്നെ വസിഷ്ഠ മഹർഷിയുണ്ട്, അദ്ദേഹത്തിന് നമസ്കരിച്ചു. മന്ത്രിമാരെ കണ്ടു, അമ്മമാരെ നമസ്കരിച്ചു. രാമൻ കൈകേയിയൊക്കെ ഉഗ്രം കരച്ചിലാണ്. രാമൻ ഇങ്ങനെ ഈ വേഷത്തിൽ കാട്ടിൽ നിൽക്കുന്നത് അവർക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഭരതൻ കാര്യം പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു, അതൊന്നും നമ്മൾ കാര്യമാക്കരുത്, രാമൻ തിരിച്ചു വരണം, രാജ്യഭരണം ഏറ്റെടുക്കണം. ഉടനെ രാമൻ പറഞ്ഞു, അച്ഛൻ്റെ വാക്കുകൾ നമ്മൾ ആരും മാറ്റരുത്, അത് സത്യം ചെയ്ത വാക്കുകളാണ്, ആ സത്യത്തിനൊരു വിലയുണ്ട്. അപ്പൊ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് എന്താണ്? അങ്ങനെ രാമനൊരു വാശിയുണ്ടെങ്കിൽ 14 വർഷം ഒരു കാര്യം ചെയ്യാം, ഞാൻ കാട്ടിൽ നിൽക്കാൻ രാമൻ പോയിക്കൊള്ളും, ആരെങ്കിലും ഒരാൾ നിന്നാ പോരെ. ഈ ചില രാഷ്ട്രീയക്കാരെ പോലെയാണ്. ഈ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, കൊലപാതകം നടത്തും, എന്നിട്ട് പാവം ഒരുത്തനാവും അകത്തു പോകുന്നത്.
നേതാക്കന്മാരായിരിക്കും ആഹ്വാനം കൊടുത്തത്. അവരൊരിക്കലും അകത്തു പോവില്ല. നിരപരാധി വല്ലവനും അകത്തു പോവും. അത് അവരെ ഇരയാക്കി മാറ്റും. അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ അവരെ ഏറ്റെടുക്കും, നടത്തും, കുടുംബമൊക്കെ കൊടുക്കാനും ഫണ്ടുണ്ടല്ലോ പാർട്ടിക്ക്. ഇത് നടത്തുന്ന പോലെയാണ് ഭരതൻ ഇപ്പം പറയണത്. രാമൻ തിരിച്ച് അയോധ്യയിലേക്ക് പോവുക, ഞാൻ കാട്ടിൽ 14 വർഷം ഇരുന്നോളാം, എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ രാമൻ പറഞ്ഞു, അതല്ലല്ലോ അച്ഛൻ പറഞ്ഞത്, നിന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് ഞാൻ 14 വർഷം, നീ 14 വർഷം രാജ്യഭരണം. രാമൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആർഗ്യൂ ചെയ്തു. എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ പോലും രാജ്യത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് രാമൻ അത് ചെയ്യണ്ടേ. അതിലൊന്നും രാമൻ വീഴുന്നില്ല. രാമനെ ഒരു തരത്തിലും പ്രീണിപ്പിക്കാൻ, പറഞ്ഞ് മനസ്സ് മാറ്റാൻ ആർക്കും സാധിച്ചതേയില്ല. ഇന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ കാത്തിരിക്കുക, ശരി അച്ഛനൊരു തെറ്റുപറ്റി നമുക്ക് തിരിച്ചു പോകാമെന്ന്. ഇല്ല, അങ്ങനെ രാമൻ ഒരു തരത്തിലും ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. 14 വർഷം കാട് എന്ന് പറഞ്ഞാൽ 14 വർഷം കാട്, അത് തന്നെ തീരുമാനിച്ചു. അപ്പം ഇവിടെ ഈ ഒരു സന്ദർഭത്തിലാണ് രാമൻ ഭരതന് നല്ലൊരു രാജാവിൻ്റെ ഒരു ഭരണ നൈപുണ്യത്തെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എങ്ങനെയായിരിക്കണം ഒരു രാജാവ്, ഒരു ഭരണാധിപൻ? ഈ ഒരു ഭാഗമുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ എല്ലാ മന്ത്രിമാരും, എല്ലാ പ്രധാനമന്ത്രിമാരും, എല്ലാ മുഖ്യമന്ത്രിമാരും പഠിക്കേണ്ടതാണ്. നിങ്ങൾ നോക്കൂ, ലോകത്തിൽ ജനാധിപത്യം രൂപപ്പെടുന്നതിന് മുമ്പ്, അല്ലേ, ലോകത്തിൽ ജനാധിപത്യം രൂപപ്പെടുന്നതിന് മുമ്പ് എഴുതിയ പുസ്തകമാണ് ഏത്? രാമായണം എന്നൊരു കൃതി. ഞാൻ ഈ പറയുന്നത് വാത്മീകി രാമായണത്തിലെ അയോധ്യാകാണ്ഡത്തിലെ 100-ാം ദശകമാണ്. അവിടെയാണ് രാമനും ഭരതനും തമ്മിലുള്ള ചോദ്യോത്തരമുള്ളത്. ഒരു നല്ല രാജാവിന് വേണ്ടുന്ന ഗുണങ്ങളും എന്തൊക്കെയാണ് വേണ്ടത്? ഒരു രാജാവിൻ്റെ കാര്യപ്രാപ്തി, അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മദർശിത്വം, ഒരു രാജാവിൻ്റെ ഭരണ നൈപുണ്യം, ഇതൊക്കെ എങ്ങനെയാവണം എന്നത് രാമൻ വളരെ വിസ്തരിച്ച് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? ഭരതന് പറഞ്ഞു കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമാവേണ്ടിരുന്നു. മനസ്സിലായില്ലേ? നല്ലൊരു സ്കൂൾ വിദ്യാർത്ഥികൾ ഇത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഒരു നല്ല രാജാവ് ഉള്ള രാജ്യം ഏറ്റവും സമ്പൽ സമൃദ്ധിയുള്ള രാജ്യമായിരിക്കും. നമ്മൾ ഈ രാമായണം രചിച്ച വർഷം നോക്കണം. രാമായണം ഏത് വർഷമാണ് രചിച്ചത്? വാത്മീകി മഹർഷി രാമായണം രചിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടാവണം? നിങ്ങൾക്ക് ഐഡിയ ഇല്ല. രാമായണം വാത്മീകി മഹർഷി രചിച്ചിട്ട് എത്ര വർഷമായിരിക്കണം? ഒരു 5000-ത്തിലധികം വർഷമായിരിക്കണം. കാരണം ഗീത തന്നെ എഴുതിയിട്ട് 5000 വർഷമായിട്ടുണ്ടെങ്കിൽ അതിലും മുമ്പ് എഴുതിയ കൃതിയാണ് ഒരു 7000 വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ നോക്കൂ, ലോകത്തിൽ ജനാധിപത്യമൊക്കെ രൂപപ്പെട്ടിട്ട് ഒരു 1000 വർഷമൊക്കെ ആവുന്നുള്ളൂ. ഇതെത്ര വർഷം? ഒരു 7000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പം രാമൻ ഇവിടെ പറയുന്നത്, രാമൻ അത്ര കുശാഗ്രബുദ്ധിയാണ്, കാര്യസിദ്ധിയുള്ള ആളാണ്, കർമ്മസിദ്ധിയുള്ള ആളാണ്. ഇപ്പം രാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ഇത് സ്വയം അങ്ങോട്ടൊരു ദൈവമായി പറയുന്നല്ല. രാമൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ അയോധ്യ പിന്തുടർന്നു വരുന്ന ഒരു കാര്യത്തെയാണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഭരതന്. പുതിയ കാര്യങ്ങളല്ല പറഞ്ഞു കൊടുക്കുന്നത്, ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ അധ്യായത്തിനെ വിളിക്കുന്നത് എന്താണ്? ക്വചിത് എന്നാണ്. ക്വചിത് അങ്ങനെ അല്ലേ, ഭരത അങ്ങനെ അല്ലേ എന്നിങ്ങനെ ഓർമ്മപ്പെടുത്തും ഭരതന്. അപ്പം അതിൽ ഞാൻ ആ വിഷയം അവതരിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം പറയുന്നത്, ഒരു രാജാവ് ആദ്യം ചെയ്യേണ്ടത് ഗുരുവന്ദനമാണ്. ഗുരുക്കന്മാർ ആദരിക്കപ്പെടണമെന്നാണ്. ഈ ഗുരു എന്ന വാക്കിന് നമുക്കിപ്പോൾ പൊതുവെ അർത്ഥം പറയുമ്പോൾ വസിഷ്ഠ മഹർഷി എന്നാണ് അർത്ഥം, അല്ലേ? പക്ഷെ ഇവിടെ ഗുരുജനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവും പാണ്ഡിത്യവും ഉള്ളവരെയാണ് എന്തു പറയുക? ഗുരു. അപ്പം അറിവുള്ളവർ ആദരിക്കപ്പെടണം, അറിവുള്ളവർ ബഹുമാനിക്കപ്പെടണം. കാരണം രാജാവിന് പുതിയ പുതിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആരിലൂടെ കിട്ടുള്ളൂ? ഗുരുക്കന്മാര്. ഗുരുത്വം എന്ന് പറയുന്നത് അതാണ്. അറിവിലൂടെ സഞ്ചരിക്കുക, അറിവിലൂടെ രാജ്യത്തെ കൊണ്ടു നടക്കുക. ഞാനിത് പറയുമ്പോഴല്ലോ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കമ്മ്യൂണിസം തകർന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ ഗുരുത്വമാണ് ഇല്ലാതായിപ്പോയത്.
കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം ഒരു കാലത്ത് ഇന്ത്യയിൽ വളരെ സ്വാധീനിക്കപ്പെട്ട ആശയം തകർന്നു പോയത് അറിവിനെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. എന്താ അറിവ്? പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അവരതിനെ, കമ്പ്യൂട്ടറിനെ എതിർത്തു, എല്ലാം എതിർക്കാൻ പോയി. എന്നാൽ ലോകത്തിന് പുതിയ അറിവിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം നോക്കൂ, നിങ്ങൾ അറിയോ അറിയില്ലെങ്കിലും മൊബൈൽ നിങ്ങൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ നമുക്കറിയാം, മൊബൈലിലൂടെ നമ്മൾ UPI പേയ്മെന്റ് നടത്തുന്നുണ്ട് അല്ലേ? അത് നമ്മൾ അറിഞ്ഞോ അറിയില്ലെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇന്നിപ്പോൾ ആ പേയ്മെന്റ് സിസ്റ്റം വന്നു, ആണോ? അപ്പൊ പുതിയ 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 ടെക്നോളജികൾ വരുമ്പോൾ കുറേയൊക്കെ നമ്മൾ അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് മറ്റുള്ളവർ പറ്റിക്കുക, ആണോ അല്ലയോ? നമുക്ക് കുറേയൊക്കെ അറിവുകൾ ഉണ്ടാവണം, വേണോ? ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത അറിവിലേക്കാണ് പോകണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു അറിവിലേക്ക്. നമ്മളതൊന്നും മടിച്ചു നിൽക്കരുത്. ഏത് അറിവിനെയും നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ പുറകോട്ടായി പോകും, അല്ലേ? ഒരു രാജ്യം എപ്പോഴും അറിവിലൂടെ പോകണം. അതുകൊണ്ട് ആദ്യം ഒരു രാജാവ് ചെയ്യേണ്ടത് എന്താണ്? ഗുരുവന്ദനമാണ്. ഫസ്റ്റ് രാമൻ പറഞ്ഞു കൊടുക്കണം, നീ ഗുരുവന്ദനം ചെയ്യാറില്ലേ? ഗുരുത്വമുള്ളവനാവാറില്ലേ? അപ്പൊ ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എല്ലാം അറിയുന്നവനാണെന്നുള്ള ബോധം ഒരു രാജാവിനും ഉണ്ടാവരുത്. കമ്മ്യൂണിസത്തിന് പറ്റിയത് അതാണ്. അഹങ്കാരം വന്നുപോയി. അവർ പറയുന്നതാണ്, അവർ ചിന്തിക്കുന്നതാണ് ശരി എന്നുള്ളൊരു അഹങ്കാരം വന്നപ്പോൾ അവസാനം നട്ട് നാണമില്ലാതെ കമ്പ്യൂട്ടറും പിടിച്ച്, ഇല്ലേ, ലാപ്ടോപ്പും പിടിച്ച് നടക്കുന്ന മന്ത്രിമാരെ നമ്മൾ കാണുന്നത്. ഒരു കാലത്ത് എതിർത്തവരാണ് അവര്. ഒരു നാണക്കേട് നോക്കൂ നിങ്ങൾ. അവനവന്റെ ആശയമാണ് വലുതെങ്കിൽ ആശയത്തിൽ നിൽക്കണ്ടേ? ആശയത്തെക്കാൾ വലുതാണ് ലോകത്തിന്റെ പരിവർത്തനം. അറിവാണ് ഏറ്റവും വലുത്. രാമൻ പറഞ്ഞു കൊടുക്കാൻ. രണ്ടാമത്തതാണ് മാതൃവന്ദനം എന്നുള്ളത്. എന്താണ്? നീ അമ്മമാരുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്നാണ്. മാതൃത്വം, അതാണ് ഭാരതത്തെ സംബന്ധിച്ച് നേതൃത്വം. നമ്മുടെ ഭാരത സംസ്കാരം അങ്ങനെയാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പങ്ക് ആർക്കാണ്? അമ്മമാർക്കാണ്. ഇപ്പോഴാണ് അത് താളം തെറ്റിപ്പോയത്. കാരണം ഇന്നിപ്പോൾ അമ്മമാരെന്ന് പറഞ്ഞാൽ ട്യൂഷന് പറഞ്ഞയക്കുന്ന വർഗങ്ങളായിപ്പോയി. കുട്ടികളെ വൈകുന്നേരം, പണ്ടത്തെ അമ്മമാരെന്ന് പറഞ്ഞാൽ കുട്ടികളെ വൈകുന്നേരം ഇരുത്തി നാമം ചൊല്ലിക്കുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയും അമ്പലങ്ങളിൽ കൊണ്ടുപോയി അവരെ പ്രദക്ഷിണം വിൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മമാരായിരുന്നു. ഇപ്പം അമ്മമാരെന്ന് പറയുന്നത് ദുഷ്ടകളായിപ്പോയി. ഇപ്പം അമ്മമാരെന്ന് പറയുന്നത് ശൂർപ്പണകയുടെ കുടുംബത്തിൽപ്പെട്ടവരായിപ്പോയി. പകല് സമയം മേക്കപ്പ് ചെയ്യുക, അല്ലാത്ത സമയം കുട്ടികളെ പിടിച്ച് ചീത്ത വിളിച്ച് അതിനെ ഈ ശൂർപ്പണക എന്നുള്ള പേരെങ്ങനെയാ വന്നറിയോ? വലിയ നഖമുള്ളവൾ എന്നാണ്. എന്താണ്? ഇന്നിപ്പോ ഒരുവിധ അമ്മമാരൊക്കെ നഖത്തിന് പേളിഷ് അടിക്കുക, ചുണ്ടിന് പോളിഷ് അടിക്കുക, ഇതിലൊക്കെയാണ് കൂടുതൽ അവർക്ക് ഭ്രമം. ബ്യൂട്ടി പാർലറിൽ പോകാൻ അവർക്ക് സമയമുണ്ട്. കുട്ടികൾക്ക് നാമം ചൊല്ലിക്കൊടുക്കുന്ന അമ്മമാരുണ്ടോ ഇല്ലയോ? സത്യം പറയൂ, നുണ പറയരുത്. നിങ്ങളുടെ പാലക്കാടൊക്കെ ഉണ്ടോ? എൻ്റെ കാത് പോകുന്നു ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ചോദിച്ചത് ജനറലി നമുക്ക് കാണാൻ പറ്റുമോ നാമൊക്കെ ചൊല്ലിക്കൊടുക്കുന്ന അമ്മമാരെ? സത്യം പറയൂ, കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ഏത് വർഗത്തിൽപ്പെട്ടതാണ് ഇപ്പോഴത്തെ അമ്മമാര്? ശൂർപ്പണകയുടെ ഫാമിലിയിൽപ്പെട്ടതാണ്. മേക്കപ്പ് ചെയ്യുക, വെറുതെ അല്ല നാട്ടുകാർ അവരെ ഷേപ്പ് മാറ്റണത്, ഇല്ലേ? മൂക്ക് ചെത്തി ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടെ ഷേപ്പ് മാറ്റുന്നത് അതുകൊണ്ടാണ്. ഈ കോലത്തിലാക്കി. അപ്പോ അമ്മമാരെ വന്ദിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അമ്മമാരെ വന്ദിക്കുക എന്നല്ല. അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടികളിൽ നല്ല സംസ്കാരം പകർന്നു കൊടുക്കുന്നവരാണ് ആര്? അമ്മമാര്. അങ്ങനെയുള്ള അമ്മമാരെ നീ ആദരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തത്. മൂന്നാമത്തത്, ഒരു രാജാവിന് ഉണ്ടാവേണ്ടുന്ന ചില ഗുണങ്ങളുണ്ട്. ഇതിനെ പറയും അഷ്ടസിദ്ധി എന്ന് പറയും. എന്താണ്? അഷ്ടസിദ്ധികൾ. ഒന്നാമത്തത്, രാജാവിന് കൃത്യനിഷ്ഠ ഉള്ള ആളായിരിക്കണം. എന്തായിരിക്കണം? കൃത്യനിഷ്ഠ. അത് രാജാവിൻ്റെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ കൊണ്ട് നടക്കണം. രണ്ട്, ഭക്തി ഉള്ളവനായിരിക്കണം. എന്തുണ്ടാവണം? ഭക്തി. അപ്പൊ എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ? നമ്മളെപ്പോലെ അമ്പലത്തിൽ പോകുന്നതല്ല ഭക്തി എന്ന് പറയുന്നത്. നമ്മളിപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്ന അല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം, ഭക്തി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? നാമത്തിലുള്ള ആസക്തിയാണ് ഭക്തി. ഇത്രയുള്ളൂ. എന്താണ് ഭക്തി? നാമത്തിലുള്ള ആസക്തിയാണ് ഭക്തി. നാമത്തിലുള്ള രതിയാണ് ഭക്തി. ഇത്രയുള്ളൂ ഭക്തി. മനസ്സിലായില്ലേ? നാമത്തിൽ രതി ഉണ്ടോ, നാമത്തിൽ
ലയമുണ്ടോ, നാമത്തിൽ പ്രേമമുണ്ടോ, നാമത്തിൽ ആസക്തിയുണ്ടോ, അതിൻ്റെ പേരാണ്, പറയൂ, ഭക്തി. അപ്പൊ ചടങ്ങ് പോലെ നാമം ചൊല്ലിയിട്ടും കാര്യമില്ല. അതിൽ ആ പ്രേമം എന്നുള്ളതിനാണ് ഭക്തി. ഇപ്പൊ രാജാവ് എന്ത് വേണം? കുറച്ച് സമയം നാമജപ സംസ്കാരം ഒക്കെ ഉള്ള ആളായിരിക്കണം. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എങ്കിലേ പ്രതികൂലമായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ അസ്വസ്ഥനാവാതെ അതിന് പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുമല്ലോ. ഇന്ന് നോക്കൂ, നമ്മുടെ ഒരു അധപ്പതനം നോക്കൂ. ഇന്ന് ഒട്ടുമുക്കാല് മന്ത്രിമാർക്കും 10ഉം 20ഉം സ്റ്റാഫിനെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് തന്നെ ഇവരെടുക്കുന്ന തീരുമാനം തലതിരിഞ്ഞ തീരുമാനമായി പോകുന്നു. ആണോ? അന്ന് രാജാക്കന്മാർക്ക് കുറെ തീരുമാനങ്ങൾ അവര് തന്നെ സ്വയം എടുക്കേണ്ടിയിരിക്കണം. ഒരുപക്ഷെ നമുക്ക് രാജഭരണമായിരുന്നു കുറച്ചുകൂടി നല്ലത്. കാരണം ഇന്നത്തെ മന്ത്രിമാർക്കും അവരുടെ സ്റ്റാഫിനും കൊടുക്കുന്ന ശമ്പളത്തിന്റെ കാലിലൊന്നും മതി രാജാവ് ഭരിക്കുകയാണെങ്കിൽ. അത്ര ദൂർത്താണ് ഇവന്മാരെ ചെയ്യണത്. മനസ്സിലായില്ലേ? ജനാധിപത്യം എന്നുള്ളത് ഒരു ശരിക്കും പറഞ്ഞാൽ ജനദ്രോഹമാണ്. ജനാധിപത്യം ജനങ്ങൾക്കൊരു ബാധ്യതയാണ്. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ ജനാധിപത്യം എന്നൊക്കെ നമുക്ക് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഓരോ മന്ത്രിക്കും 20 സ്റ്റാഫ് വെച്ച് നിങ്ങൾ നോക്കൂ. 20 മന്ത്രിമാരുണ്ടെങ്കിൽ എത്ര ശമ്പളം കൊടുക്കണം ഇവർക്ക്? അറിയോ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെയൊക്കെ കേരളത്തിന്റെ അവസ്ഥ. എന്നിട്ട് അവരെടുക്കുന്ന തീരുമാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ പറഞ്ഞു വരുന്നത് ഒരു ധൂർത്തായിട്ട് മാറുന്നു. അതുകൊണ്ട് രാജാവ് എന്ത് വേണം? ഭക്തിയുള്ളവനാവണം. മൂന്നാമത്തത്, രാജാവ് ഒരിക്കലും വിവരദോഷിയാവരുത്. വിവരദോഷിയാവരുത് പറഞ്ഞാൽ എന്താണ്? ഏത് കാര്യത്തെക്കുറിച്ചും രാജാവിന് വ്യക്തമായ ഒരു അറിവുണ്ടാവണം. അപ്പൊ രാജാവ് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. വിവരദോഷിത്തരം ആര് പറയരുത്? രാജാവ്. പണ്ട് ഏതോ ഒരു മന്ത്രി പറഞ്ഞ പോലെ ആവരുത്. ആരോ പറഞ്ഞു സിലബസ് മാറ്റണം എന്ന് പറഞ്ഞാൽ മന്ത്രി പറഞ്ഞു ചില ബസ്സിലെ എല്ലാ ബസ്സും മാറ്റണം എന്ന്. ഇതാണ് നമ്മുടെയൊക്കെ കേരളത്തിൻ്റെയൊക്കെ അവസ്ഥ. അങ്ങനെയാണ്. മനസ്സിലായില്ലേ? പല മന്ത്രിമാരും ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ്, നിങ്ങൾ പത്രത്തിൽ വായിച്ചു വരില്ല, ഒരു മന്ത്രി കേരളം എന്ന് എഴുതിയത്. ആരെങ്കിലും വായിച്ചു? അത് കേരളം എന്ന് ബോർഡിൽ എഴുതിയതാണ്. അത് കോരളം എന്ന് എന്തോ എഴുതി വെച്ചിരിക്കണം. മനസ്സിലായില്ലേ? അത്ര ഒരു വിവരമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മുതൽ തന്നെ ഒരു 9,000 എന്നൊക്കെ പറയുന്നത് എന്താണ്, 9,000-നൊക്കെ പറയണത് 900 എത്രയോ എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള കണക്ക് കൃത്യമായി പറയുന്നവരാണ് നമ്മുടെ മന്ത്രിമാര്. ഈ തരത്തിലുള്ള ആളുകളാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ വിവരദോഷികളായ മന്ത്രിമാര് വന്നാൽ നാട്ടുകാരെല്ലാവരും കൂടി പിടിച്ചെവിടെ ഇരുത്തും? ഒരു മൂലയിലിരുത്തും. അതാണ് കഴിഞ്ഞ ഗവൺമെന്റിന് പറ്റിയത്. കുറെ അങ്ങനെ ഉള്ളതൊക്കെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയവര് ഒക്കെ വിവരദോഷിത്തരം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചാൽ ജനങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞാൽ പ്രബുദ്ധരാകും. അപ്പൊ അവരെ പിടിച്ചൊരു മൂലയില് ഇരുത്തിക്കളയും. ഇത് ഏത് രാഷ്ട്രീയത്തിനായാലും ഉണ്ടാവില്ലയോ? അത് ഏത് രാഷ്ട്രീയമാവട്ടെ, ഇന്ന രാഷ്ട്രീയം എന്നില്ല. അവിടെ രാഷ്ട്രീയമല്ല ജനങ്ങൾ നോക്കുക. ജനങ്ങൾ നോക്കുന്നത് ഈ ഭരിക്കുന്നവനുമല്ല വിവരമുണ്ടോ കഴിവുണ്ടോ എന്ന്. അതുകൊണ്ട് രാജാവ് വിവരദോഷിയാവരുത്. പിന്നെ രാജാവ് ഒരിക്കലും നുണ പറയുന്നവനാവരുത്. എന്താണ്? നുണ പറയുന്നവനായി മാറരുത്. എന്താണോ പറയേണ്ടത് അത് വ്യക്തമായി പറയാൻ കഴിയുന്നവനായിരിക്കണം ആര്? രാജാവ്. പിന്നെ രാജാവ് ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്നവനാവരുത്. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നവനായി രാജാവ് ഒരിക്കലും മാറരുത്. അത് വലിയൊരു ഗുണമാണത്. പിന്നെ രാജാവ് ഗോപുരത്തിലിരുന്ന്, കൊട്ടാരത്തിലിരുന്ന്, കുറെ ശിങ്കിടിമാരുടെ ഉള്ളിലിരുന്ന് ജനക്ഷേമം നോക്കരുത്. ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം. മനസ്സിലായില്ലേ? കുറെ സ്റ്റാഫിനെയും വെച്ചിരിക്കുന്ന ആളായി ആരിയിരിക്കരുത്? ദന്തഗോപുരത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാൽ ചുറ്റി നിൽക്കുന്ന ഒരാളായി രാജാവ് മാറരുത്. പിന്നെ പറയുന്നത് രാജാവ് ഒരിക്കലും എടുത്തുചാട്ടക്കാരനാവരുത്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും വിവരമില്ലാതെ ഒരു എടുത്തുചാട്ടം രാജാവിൽ നിന്ന് ഉണ്ടാവരുത്. പിന്നെ അവസാനം പറയുന്നത് അഴിമതി, അനീതി, ഇങ്ങനെ വരുന്ന കാര്യങ്ങളിലൊന്നും രാജാവ് കൂട്ടുനിൽക്കരുത് എന്ന് മാത്രമല്ല, ഇതിനോടൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ആര് ചെയ്താലും അവരെ അവിടെ നിന്നും മാറ്റി നിർത്തണം. അവർക്ക് കനത്ത ശിക്ഷ കൊടുക്കണം. ഈ 8 കാര്യങ്ങൾ ഒരു രാജാവ് നിർബന്ധമായി ചെയ്തിരിക്കണം എന്നാണ്. നോക്കൂ, എപ്പം ഒരു രാജാവിന് എങ്ങനെയൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ വേണം, രാജാവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ക്ലാസ് ഇന്നില്ല നമുക്ക്.
നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്നവർക്കൊന്നും ആരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനില്ല. അവര് MLA ആയി, ജനാധിപത്യ പ്രകാരം ഏത് പാർട്ടിക്കാണോ ഭൂരിപക്ഷം അവരെല്ലാം മന്ത്രിമാരായി. ഇത് ഭരിക്കുന്ന ഭരതന് ക്ലാസ് എടുക്കുകയാണ്, നീ ഒരു രാജാവാകുമ്പോൾ നിനക്ക് ഈ ഗുണങ്ങളെല്ലാം ഉറക്കെ പറയൂ ഉണ്ടാവണം. അപ്പൊ കല്യാണം കഴിച്ചു പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾ അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുവോ? എങ്ങനെയൊക്കെയാണ് കുടുംബജീവിതം കൊണ്ട് നടക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുവോ? ഇല്ല, അവര് കണ്ടും കേട്ടും ജീവിക്കുകയാണ്. ആണോ? ഇവിടെ രാജാവ് എങ്ങനെ ആയിരിക്കണം എന്ന് ഭരതന് രാമൻ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ രാജാവിൻ്റെ 7 ഞാൻ അഷ്ടവർഗങ്ങളെ പറഞ്ഞു. ഇനി 7 അംഗങ്ങളുണ്ട് രാജാവിന്. 7 അംഗങ്ങൾ, അവയവങ്ങൾ. ഏതൊക്കെയാണ് രാജാവിൻ്റെ അവയവങ്ങൾ? 1, രാജാവ് തന്നെയാണ് പ്രധാന അവയവം. ഒരു ശരീരത്തിന്റെ അവയവം എന്ന് പറഞ്ഞ പോലെ രാജാവാണ് പ്രധാന അവയവം. രണ്ടാമത്തത് മന്ത്രിമാരാണ്. അപ്പം അവയവം എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിന് അനുകൂലമായ അവയവങ്ങളാവണം. ശരീരത്തിന് കേടുവരുത്തുന്ന രോഗമുള്ള അവയവങ്ങൾ ആവരുത്. അപ്പം മന്ത്രിമാരെല്ലാം നല്ല എങ്ങനെയുള്ളവരാവണം? ഒരു രാജാവിന് അനുയോജ്യമായ അത്രയും ബുദ്ധിയും ശക്തിയും കഴിവും പ്രാപ്തിയും ഉള്ള ആളായിരിക്കണം ആര്? മന്ത്രിമാര്. പിന്നെ പറയുന്നത് ഭൂമി. രാജാവിന് തൻ്റെ രാജ്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാവണം. അതിൻ്റെ അതിർത്തികൾ എവിടെയാണ്, എന്താണ്, ഏതാണ് എന്നതിനെക്കുറിച്ചൊക്കെ രാജാവിന് കൃത്യമായ ജിയോഗ്രഫിക്കൽ നോളജ് ഉണ്ടാവണം. പിന്നെ കോട്ടകൾ. രാജാവിന് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് നല്ലവണ്ണം ബോധമുണ്ടാവണം. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ അത് വളരെ പ്രധാനം. രാജാവിൻ്റെ കണ്ണെപ്പോഴും ഖജനാവിലുണ്ടാവണം. എവിടെ ഉണ്ടാവണം? ഖജനാവില്. കേരളത്തിൽ പിന്നെ കണ്ണു വെച്ചിട്ട് കാര്യമില്ല, കാരണം അതിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് അത്ര. എവിടെ? കേരളത്തിലെ ഖജനാവില് എന്താ പൂച്ച പെറ്റ് കിടക്കണു പറഞ്ഞാൽ അതിലുള്ളവരൊക്കെ മുമ്പ് അടിച്ചു മാറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ പ്രത്യേകിച്ച് അടിച്ചു മാറ്റാനൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പം രാജാവ് എപ്പോഴും ഖജനാവ് ചോർന്നു പോവാതെ നോക്കണം. പിന്നെ സൈന്യമാണ് അടുത്തത്. രാജാവ് എപ്പോഴും ആരെ ശ്രദ്ധിച്ചോളണം? സൈന്യത്തെ നല്ലവണ്ണം ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനികമായ സൈന്യത്തെ കൊണ്ട് നടക്കണം. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു രാജാവിന്റെ ശ്രദ്ധയിൽ ഉണ്ടാവണം. പിന്നെ ആരാണ്? മിത്രരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം. ആരാണ്? അപ്പൊ നോക്കൂ, ഇന്നിപ്പോ അതിനെന്താ നമ്മൾ പറയാ? ഇതൊക്കെ രാമൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അടുത്ത നല്ല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്ന് അതിനെന്താ പറയാ? ഇന്നിപ്പോ അടുത്തടുത്ത രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ രാജ്യത്തിനുള്ള ബന്ധം അതിനെന്താ പറയാ? അതിനെന്താ നമ്മൾ പറയാ? അപ്പൊ നിങ്ങൾ കേട്ടില്ലേ കുറെ അങ്ങനെയുള്ള അസോസിയേഷൻസ്, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, അങ്ങനെയൊക്കെയുള്ള കേട്ടില്ലേ? നിങ്ങൾ കേൾക്കാറില്ലേ ഇങ്ങനെയൊക്കെയുള്ള? ഇന്ത്യൻ പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് പോയി അവിടെ എന്നൊക്കെ കേട്ടില്ലേ? ഇല്ലേ? ഈ തരത്തിൽ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ റിലേഷൻഷിപ്പ്, നമ്മളെ അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങളുമായി ഒരു നല്ലൊരു ബന്ധമുണ്ടാക്കുക, ഒരു രാജ്യബന്ധങ്ങൾ ഉണ്ടാക്കുക, രാജ്യങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടാക്കുക. കാർഡ് എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട് നമുക്ക്. അതുപോലെ തന്നെ പല പല ഓർഗനൈസേഷൻ പല രീതിയിലുണ്ട്. സാർക്ക് എന്നൊക്കെ കേട്ടില്ലേ? നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ ഒരു അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ. അപ്പൊ അന്നത്തെ കാലത്ത് പല പല രാജ്യങ്ങളില്ല. ഇന്നിപ്പോ എന്താണ് രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ളതാണ്. അന്ന് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അയോധ്യയുടെ ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് രാമൻ പറയാണ് നമുക്ക് നല്ല ബന്ധമുണ്ടാക്കി വെക്കണം, അനുകൂലമായി നിൽക്കുന്നവരോടൊപ്പം. രാജാവ് ഒരിക്കലും അയാളുടെ രാജ്യത്തിൽ ഒതുങ്ങി നിൽക്കരുത്. ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ പറഞ്ഞു 4 സുരക്ഷകൾ നോക്കണമെന്ന്. 4 തരം സുരക്ഷകൾ ഉണ്ടാവണമെന്ന്. ഒരു രാജ്യത്തിന്റെ 4 തരം. ഇതൊക്കെ ഞാൻ രാമായണത്തിൽ നിന്ന് എടുത്തിട്ട് പറയണേ. അതിൽ ഒന്നാമത്തെ ജലദുർഗം എന്നാണ്. എന്താ ജലദുർഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? അതായത് പുഴ വഴി, കടൽ വഴി ആക്രമിക്കാൻ വരുന്നവരെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന്റെ പേരാണ് ഇന്ന് നമ്മൾ നേവി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ നോക്കൂ, നേവിയൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ രാമന്റെ കാലഘട്ടത്തിൽ
ഇന്നത്തെ നേവിക്ക് വിളിച്ച പേരാണ് ജലദുർഗം എന്നുള്ളത്. നമുക്ക് അത്ഭുതം തോന്നുന്നു ഇതൊക്കെ എങ്ങനെയാന്ന് അവര് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പുഴ വഴി വരുന്ന ആക്രമണകാരികളെ നേരിടാനുള്ള സംവിധാനത്തിന്റെ പേരാണ് ജലദുർഗം. രണ്ടാമത്തെ പർവ്വതദുർഗം. പർവ്വതദുർഗം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വരുന്ന ആക്രമണകാരികളെ നേരിടുക. ഇന്ന് നമ്മളതിനെ ആർമി എന്നൊക്കെ വിളിക്കുന്നത്. നമ്മളിന്ന് ഡിഫൻസിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമ്മുടെ ബോർഡറിൽ നിന്നുകൊണ്ട് ഒരു രാജ്യത്തിനെ സുരക്ഷിതമാക്കുന്നവര്. പിന്നെ വൃക്ഷദുർഗം എന്ന് പറയും. വൃക്ഷദുർഗം എന്ന് പറഞ്ഞാൽ അന്ന് സാറ്റലൈറ്റ് ഒന്നുമില്ല. അപ്പം ദൂരെ നിന്ന് വരുന്നവരെയൊക്കെ കാണാൻ എവിടെ കയറി നിൽക്കണം? ഇന്നിപ്പോ സാറ്റലൈറ്റ് ഉണ്ട്, അന്ന് നമുക്ക് സാറ്റലൈറ്റ് ഇല്ല. അപ്പൊ സാറ്റലൈറ്റിലൂടെ പലതും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അന്ന് ഏതാ വഴിയുള്ളത്? വലിയ മരത്തിന്റെ മുകളിൽ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നതൊക്കെ കെട്ടി അവിടെ നിന്നൊക്കെ അമ്പ് ചെയ്ത് ശത്രുക്കളെ തോൽപ്പിക്കുക. പിന്നെ ഈരണദുർഗം എന്ന് പറയും. ഈരണദുർഗം എന്ന് പറഞ്ഞാൽ തരിശുഭൂമിയിലൂടെയൊക്കെ വരുന്ന ആൾക്കാർ, അതായത് അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ കയറിപ്പറ്റി ഈ രാജ്യത്തിന് അനർത്ഥമുണ്ടാക്കുന്ന ആളുകളെ നേരിടാനാണ്. അങ്ങനെയുള്ള മരുഭൂമികളിലൊക്കെ പോയി, മരുഭൂമിയായിട്ട് കിടക്കുന്ന, അതായത് ആളും ഒക്കെ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതിലൂടെയൊക്കെ ചിലപ്പം ശത്രുക്കൾ കയറി വരുന്നതിന് തടയാനാണ് ഈ പറഞ്ഞ ഈരണദുർഗം. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏത് വഴിയിലൂടെയൊക്കെ ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ടോ അവരെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നേരിടാൻ പറ്റുന്ന ഒരു ആർമി അല്ലെങ്കിൽ ഒരു സൈന്യം നിന്റെ കയ്യിൽ ഉണ്ടാവണം ഭരത എന്ന് പറയുമ്പോൾ രാമൻ നോക്കൂ, രാമരാമാന്നാ പഠിപ്പിക്കുന്നത്. നീ എൻ്റെ മന്ത്രം ചൊല്ലിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാന്നാണോ പറയുന്നത്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ പോയി തൊഴുതു പോകുന്ന രാമൻ ഭരതന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണത്. എൻ്റെ മന്ത്രം ചൊല്ലിക്കോളൂ, ബാക്കി ഞാൻ നടത്തിക്കൊള്ളാന്നല്ല. ഈ കാര്യങ്ങളെല്ലാം നീ പറയൂ. നിങ്ങൾ ഇങ്ങനെയല്ല നമ്മൾ രാമനെ പഠിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന രാമൻ എന്താണെന്നറിയോ? അവിലും മലരും നേദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ അല്ലേ ശരിയുള്ളത്? നമ്മൾ അങ്ങനെയാ പഠിച്ചിരിക്കുന്നത്. അവിലും മലരും നേദിച്ചു കഴിഞ്ഞാൽ ആര് നോക്കിക്കൊള്ളും? ഇവിടെ നിങ്ങൾ ഭരതന് ക്ലാസ് എടുക്കുന്നത് കേൾക്കൂ. ഭരതനോട് ചോദിക്കുന്നത് കടലിൽ ഏർപ്പാടാക്കിയിട്ടില്ലേ? പുഴയിൽ ആളെ ഏർപ്പാടാക്കിയില്ലേ? കാട്ടിൻ്റെ ഉള്ളിലൂടെ ശത്രു വരുന്നത് നോക്കാൻ ആളെ ഏർപ്പാടാക്കിയില്ലേ? മരുഭൂമി പോലുള്ള സ്ഥലത്ത് ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഒരു രാജ്യം സംരക്ഷിക്കണമെങ്കിൽ ഒരു മൂലയിലിരുന്ന് നാമം ചൊല്ലിയാൽ മാത്രം പോരാ, അവനവന്റെ കർത്തവ്യങ്ങളും കടമകളും ഉത്തരവാദിത്വവും നിറവേറ്റണം. അതുകൊണ്ടാണ് ഗാന്ധിജി രാമരാജ്യത്തിന്റെ ഒരു പ്രധാന പ്രതിഷ്ഠയായിട്ട് കൊണ്ടു നടന്നത്. മനസ്സിലായില്ലേ? അത് കുറെ കഴുതകൾക്ക് മനസ്സിലായില്ല. അവർ വിചാരിച്ചു ഗാന്ധിജി വെറുതെ രാമ ജപിക്കാനാണെന്ന്. ഈ രാമനെ അവർ പഠിച്ചിട്ടില്ല. സത്യത്തിൽ നമ്മുടെ ഒരു ശാപം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിദ്യാഭ്യാസം വികസിപ്പിച്ചവര് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ പാഠപുസ്തകത്തിൽ ചേർത്തിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടി രാമൻ ആരാണെന്ന് മനസ്സിലായി. നോക്കൂ, നിങ്ങളൊരു ശാപം നോക്കൂ. ഞാൻ പറയുന്നത് വാത്മീകി രാമായണത്തിലുള്ള ഭാഗമാണ്. പണ്ട് കാലത്ത് ഈ നമ്മുടെ പൂന്താനം രചിച്ച കുറെ ഭാഗങ്ങളൊക്കെ മലയാളത്തിലൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അർത്ഥമെത്ര, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ അത് പതിഞ്ഞിട്ടുണ്ട്. 10 കെട്ടുകിൽ 100 മതി എന്നും ശതമാകിൽ സമ്മതി എന്നും. അപ്പൊ മനുഷ്യൻ അത്യാർത്തിയായാൽ മനുഷ്യൻ അധപ്പതനാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ആണോ ഇല്ലയോ? പക്ഷെ എന്നാലും അവരൊരു കാര്യം ചെയ്തിട്ടോ, കൃഷ്ണ മുകുന്ദ അത് ചേർത്തില്ല. കാരണം അതെങ്ങാനും നമ്മൾ ചൊല്ലിപ്പോയാൽ നേരെയാവുമെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങള് ഈ ഭാരതത്തിന്റെ സംസ്കാരം. എന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയറിയോ? ഇവർ ഹിന്ദുവൽക്കരിക്കുകയാണ്, ഇവർ വർഗീയവൽക്കരിക്കുകയാണ്. ഇത് പഠിപ്പിച്ചാൽ അതാ പറയാ നമ്മൾ RSS ആവുകയാണെന്ന്. ഇതിലെന്താ RSS ആണുള്ളത്? കമ്മ്യൂണിസം അങ്ങനെ നശിച്ചു പോയത്. അവരന്തമായി ഹിന്ദുത്വത്തെ എതിർത്ത് അവരെ സമൂഹം മാറ്റി നിർത്തേണ്ടി വന്നു. മനസ്സിലായില്ലേ? നമ്മൾ ഹിന്ദുക്കൾ ഉണരണം. നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആവാനോ കോൺഗ്രസ് ആവാനോ BJP ആവാനല്ല ശ്രമിക്കേണ്ടത്. നമ്മുടെ പൂർവികർ നമുക്ക് തന്നിരിക്കുന്ന ഒരു മഹത്തായൊരു സംസ്കാരം. ഞാൻ ഈ പറയുന്നത് 7000 വർഷങ്ങൾക്ക് മുമ്പ് രാമൻ ആരെ പഠിപ്പിക്കുകയാണ്? അന്ന് ഡെമോക്രസി ഇല്ല, അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, അന്ന് ലോകത്തിൽ വിദ്യാഭ്യാസം ഇല്ല. അന്നത്തെ വിദ്യാഭ്യാസം നിങ്ങൾ നോക്ക്, എന്തൊരു ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി, എങ്ങനെയൊക്കെ രാജ്യത്തെ സുരക്ഷിതമാക്കണം. ഇനിയും കഴിഞ്ഞില്ല.
ഇനി പറയാണ്, രാമ, നിനക്ക് 3 പ്രധാന കാര്യങ്ങൾ എപ്പോഴും ഭരത ശ്രദ്ധിച്ചോളണം. 3 നമ്മൾ ത്രിവേദം എന്നാണ് ഇതിനെ പറയാ. എന്താണ് ത്രിവേദം? 3 വേദങ്ങൾ നീ ഒരിക്കലും മറക്കരുത്. ഇത് നമ്മൾ വായിക്കുമെന്താ മനസ്സിലാവുക? ത്രിവേദം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അഥർവവേദം അങ്ങനെ പഠിക്കില്ല. ഏതൊക്കെയേ പഠിക്കുള്ളൂ? ഋഗ്വേദവും യജുർവേദവും സാമവേദവും. എന്നാൽ ഇവിടെ അതല്ല രാമൻ ഉദ്ദേശിച്ചത്. നീ ഇരുന്ന് വേദം ചൊല്ലുന്നല്ല പറയുന്നത്, അതിന് വ്യാഖ്യാനം കൊടുക്കുകയാണ്. 3 വേദങ്ങൾ ഏതാ വെച്ചാൽ കൃഷി, ഗോരക്ഷ, വാണിജ്യം എന്നാണ്. അതായത് ഒരു രാജ്യത്തെ സമൃദ്ധിയാക്കുന്നത് 3 ഏതൊക്കെയാണ്? കൃഷി. അപ്പൊ കൃഷിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ ചെയ്തിട്ടുണ്ടാവണം. കാരണം കൃഷി ഉണ്ടെങ്കിലേ ആൾക്കാർക്ക് എന്തുണ്ടാവുള്ളൂ? ഒരു അമ്മ പാടിയതുപോലെ ആവരുത്. അമ്മ ഇങ്ങനെ പറയാണ് പാലക്കാട്ടെന്ന്, ഗുരുവായൂരപ്പ പാലക്കാട് മഴ പെയ്തില്ലെങ്കിലും തമിഴ്നാട്ടിൽ മഴ പെയ്യണമെന്ന്. അപ്പൊ പേരക്കുട്ടി ചോദിച്ചു, എന്താ അമ്മൂമ്മ അങ്ങനെ പറയുന്നത് എന്ന്. എടാ, പാലക്കാട് മഴ പെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, തമിഴ്നാട്ടിൽ മഴ പെയ്തില്ലെങ്കിൽ പച്ചക്കറി കിട്ടില്ല, അരിയും കിട്ടില്ല എന്ന്. അപ്പൊ നമുക്ക് വല്ലതും കഴിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ മഴ പെയ്യണം? തമിഴ്നാട്ടിലും ആന്ധ്രയിലും മഴ പെയ്യണം. കാരണം അവര് കൃഷി ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലാതെ ഇവിടെ മഴ പെയ്തിട്ട് എന്താ കാര്യം? ആണോ? ഇപ്പൊ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. ഇനിയിപ്പൊ ഇത് എത്ര കാലം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് പ്രധാനമായും കൃഷി, പിന്നെ രണ്ടാമത്തത് ഗോക്കളാണ്. അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ പാല്, അതുപോലെ അന്ന് ട്രാൻസ്പോർട്ടേഷനൊക്കെ എന്താണ്? ഉഴുതുമറയ്ക്കുന്നതൊക്കെ എന്തുപയോഗിച്ചിട്ടാണ്? കാള ഉപയോഗിച്ചിട്ടാണ്. എണ്ണ ഉണ്ടാക്കുന്നതും എല്ലാ കാര്യങ്ങളും ആരെ കൊണ്ടാണ്? കാളയാണെന്ന് ഉപയോഗിച്ചത്. ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം ചെയ്തത് കാളകളെ കൊണ്ടാണ്. അപ്പൊ അന്നത്തെ ഏറ്റവും വലിയ സമ്പത്താണ് കൃഷി കഴിഞ്ഞാൽ. അപ്പൊ അന്നത്തെ ഈ വളമൊക്കെ എന്തായിരിക്കും? പാടത്തൊക്കെ വളമൊക്കെ ഇടണ്ടേ? എന്ത് വളം ഇടുന്നത്? ഈ പശുവിന്റെ ചാണകവും അതുപോലെ തന്നെ ചാരവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അല്ലേ? ഇതൊക്കെ ചെയ്ത് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ പശുക്കളെയും നീ നോക്കണം. അതോടൊപ്പം വാണിജ്യം വേണമെന്നാണ്. എന്താണ്? ഇപ്പൊ എന്തായിരിക്കും വാണിജ്യം എന്ന് പറഞ്ഞാല്? നോക്കൂ, അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ സാധനങ്ങളും ആ രാജ്യത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എക്സസ് ഉള്ളത് മറ്റു സ്ഥലത്തേക്കും ഇവിടെ ഇല്ലാത്തത് മറ്റു രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതിന്റെ പേരാണ് വാണിജ്യം. ഇത് ഏത് കാലം എഴുതി വെച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. രാമൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ നീ ചെയ്യുന്നില്ലേ എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷഡ്ഗുണങ്ങൾ ഉണ്ടാവണം എന്നാണ്. 6 ഗുണങ്ങൾ എന്നാണ്. അതെന്താണ് ഷഡ്ഗുണങ്ങൾ? അത് ശത്രുക്കളുമായിട്ട്, അടുത്ത രാജ്യങ്ങളുമായിട്ട് 6 കാര്യങ്ങൾ ഉണ്ടാവണം. അതിലൊന്നാമത്തത് സന്ധി എന്നാണ്. സന്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം സന്ധി ചെയ്യുക. അതായത് പരസ്പരം ഐക്യത്തോടെ പോകുന്നവരാണെങ്കിൽ, സമ മനസ്സോടുകൂടി പോകുന്നതാണെങ്കിൽ അവരോട് യോജിച്ചു പോകണം, അവരുമായി കരാറുകൾ ഉണ്ടാക്കണം. ഇനി അങ്ങനെ യോജിച്ചു പോവാത്ത ആളുകളാണെങ്കിൽ വിഗ്രഹം വേണമെന്നാണ്. ഇവിടെ വിഗ്രഹം എന്ന അർത്ഥത്തിന് നമ്മൾ അമ്പലത്തിലെ വിഗ്രഹം എന്നല്ല. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തണം, സമയം അധികം അവരുടെ മേല് ചെലവഴിക്കണം. അവർ നമ്മളോട് സഹകരിക്കാനൊട്ടും തയ്യാറല്ല. അപ്പൊ വെറുതെ അവരെ കുറിച്ച് ചിന്തിച്ച് സമയം കളയരുതെന്നാണ്. പിന്നെ ചിലവരാണെങ്കിൽ നമ്മളെ ചൊറിയാനായിട്ട് വരും, വെറുതെ നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അവരോട് യാനം ചെയ്യണം എന്നാണ്. യാനം ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെ ആക്രമിക്കേണ്ടതായി വരും, എന്നാലേ അവർ പാഠം പഠിക്കുള്ളൂ. ഇപ്പൊ വെറുതെ മേക്കെട്ട് കയറുന്നവരെ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കരുത്. ചിലപ്പം അവരുടെ ചൊറിച്ചില് മാറ്റേണ്ടതായിട്ട് വരും, അതിനെ അങ്ങോട്ട് കയറി അടിക്കേണ്ടി വരും. അതിന് തയ്യാറാവണം. പിന്നെ അടുത്തത് ദ്വൈതം എന്ന് പറയാണ്. അതെന്താണ് ദ്വൈതഭാവം എന്ന് പറഞ്ഞാൽ? പേടിപ്പിച്ച് നിർത്തണമെന്ന്. ചിലരിങ്ങോട്ട് ആക്രമിക്കാനൊന്നും വരില്ല, പക്ഷെ വാണിയും കൊടുത്ത് നിർത്തണം. വല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ തകർത്ത് കളയുന്നുള്ളത്. പിന്നെ അടുത്തത് സമാശ്രയം എന്നാണ്. അതെന്താണത്? അതായത് എതിരാളികള് നമുക്ക് തോൽപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സഹകരിക്കാൻ തയ്യാറുള്ളവരോട് കൂടി അവരെ ശരിയാക്കി കാണാം. അപ്പൊ നോക്കൂ നിങ്ങൾ, രാമൻ ഏതൊക്കെ അപ്രോച്ചുകളാണ് ഈ ഭരതന് പറഞ്ഞു കൊടുക്കണേ. ഇന്ന് ഇതൊക്കെ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
ഇപ്പൊ ഇറാനെതിരെ അമേരിക്ക യുദ്ധം നടത്തുന്നത് പല ഗൾഫ് രാജ്യങ്ങളിലൂടെയാണ് അവർ ഓപ്പറേഷൻ നടത്തുന്നത്, അല്ലേ? അതൊക്കെ നോക്കൂ, രാമൻ അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു ശത്രു വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്, നമ്മൾ ആക്രമിക്കുകയാണ്, നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് അവരെ ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളോട് സഹകരിക്കുന്നവരുമായി ചേർന്ന് അവരെ ശരിയാക്കിക്കൊള്ളണം എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിരത ഒരാളും നശിപ്പിക്കരുത്. ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? രാമൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അടുത്തതാണ് 4 കാര്യങ്ങളിൽ എപ്പോഴും മനസ്സ് വെക്കണം ഭരത. അതെന്തൊക്കെയാണ്? യജ്ഞങ്ങൾ വേണം. എന്ത് വേണം? ഇപ്പൊ രാജ്യത്തിന് എപ്പോഴും പല യജ്ഞങ്ങളും നടക്കണം. അതുപോലെ മഠങ്ങൾ, ആശ്രമങ്ങളൊക്കെ സുരക്ഷിതരായിട്ടിരിക്കണം. അവിടെയൊക്കെ നീ പോകണം. പിന്നെ വഴിയമ്പലങ്ങൾ വേണം. എന്താ വഴിയമ്പലങ്ങൾ? തീർത്ഥാടനം ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ. അതുപോലെ തണ്ണീർപ്പന്തലുകൾ വേണം. എന്താ തണ്ണീർപ്പന്തല്? ഇന്നത്തെ പോലെ പെട്ടിക്കടകളും ഈ ഡാബകളൊന്നും അന്നില്ല. അന്നിങ്ങനെ പോകുന്നവർക്ക് വഴിയിൽ എന്തെങ്കിലും കുടിക്കാനുള്ള വെള്ളവും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉത്സവാദി ആഘോഷ സംസ്കാരങ്ങളുള്ള നാട്ടില് ജനങ്ങൾക്കെപ്പോഴും ഒരു സാംസ്കാരിക ഐക്യവും ഒത്തൊരുമയും ഉണ്ടാവും. ഒരു സംസ്കാരം കൊണ്ട് ഒന്നിക്കുന്ന ജനങ്ങളെ അങ്ങനെ വിഘടിപ്പിക്കാൻ മറ്റുള്ളവർക്ക് സാധ്യമല്ല. അതാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ഭാരതം എന്ന് പറയുന്ന രാജ്യം വളരെ സംസ്കാരം കൊണ്ട് ഒന്നിച്ച ഒരു നാടാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഈ പാലക്കാട് ജില്ല തന്നെ എന്തെല്ലാം ആഘോഷം, കൽപ്പാത്തി തേരുണ്ട്, അല്ലേ? അതുപോലെ തന്നെ കണിയാർ കളി, പിന്നെ പൂരങ്ങള്, ഉത്സവങ്ങള്, വേലകള് ഉണ്ടോ ഇല്ലയോ? അങ്ങനെ പലതുകൊണ്ടും സമ്പന്നമാണ്. ഈ ക്ഷേത്ര സംസ്കാരങ്ങളിലൂടെയും കാവ സംസ്കാരങ്ങളിലൂടെയൊക്കെ ആളുകളുടെ മനസ്സിൽ ഒരു ദൈവീകമായ കണക്ഷൻ വരുമ്പോൾ അവിടെ ജാതീയമായ ഉച്ചനീചത്വങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു മനസ്സായി മാറുന്നു. നമ്മൾ മഹാബലിയുടെ കഥ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ അന്ന് നമ്മൾ പാടുന്ന ഒരു പാട്ടാണല്ലോ, മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യനെ ഒന്നിപ്പിക്കാനും മനുഷ്യന്റെ ജീവിതത്തെ കൂടുതൽ ഒരു നല്ല സംസ്കാരത്തോടുകൂടി ഉയർത്താനുമാണ്. ഇതൊക്കെ നമ്മളിന്ന് മനസ്സിലാക്കി നമ്മുടെ ആഘോഷങ്ങളെ അതുപോലെ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, പല ഉത്സവ പറമ്പുകളും മദ്യത്തിന്റെ ഒരു ലഹരിയുടെ കേന്ദ്രങ്ങളായിട്ട് മാറുകയാണ്. അവിടെ അത് കഴിഞ്ഞാൽ തമ്മിലടിയും കുത്തും, ഇല്ലേ? കമ്മിറ്റിക്കാർ തമ്മിൽ ബഹളവും ആണോ അല്ലയോ? ഉത്സവപ്പറമ്പിൽ പിറ്റേ ദിവസം കാണുന്നത് മദ്യക്കുപ്പികളും അതുപോലെ തന്നെ കത്തിക്കുത്തിന്റെ സംഭവങ്ങളൊക്കെയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പല സ്ഥലങ്ങളിലും ഉത്സവത്തിന് ഈ പാട്ട് പാടാൻ ആളുകളെ വിളിക്കും, പറയുന്ന പാട്ട് പാടാൻ പറയും. മദ്യലഹരിയിൽ കുറെ ആൾക്കാർ പറയും അതല്ല പാടേണ്ടത്, ഇതല്ല പാടേണ്ടത്, ആണോ? കേൾക്കാറില്ലേ? അവസാനം അവിടെ പൊരിഞ്ഞ അടി നടക്കും. ഈ തരത്തിലൊരു വലിയ മൂല്യശോഷണം ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ ക്ഷേത്ര ആചാരങ്ങളെ, ക്ഷേത്ര സംസ്കാരങ്ങളെ യുവതലമുറയ്ക്ക് വേണ്ട പോലെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. അവരെ വിചാരം എന്താണ്? ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തും കാണിക്കാനുള്ളൊരു കേന്ദ്രമാക്കി മാറ്റി. ഇങ്ങനെയൊക്കെ കുറെ അപകടങ്ങൾ നമുക്ക് ഹിന്ദുക്കൾക്ക് വന്നിട്ടുണ്ട്. എങ്കിലും നോക്കൂ നിങ്ങൾ, ഹിന്ദു സംസ്കാരത്തെ പിടിച്ചു നിർത്തുന്ന ഈ മൂല്യങ്ങളാണ് മറ്റു മതങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നത്. കാര്യം മറ്റു മതങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഹിന്ദുക്കളുടെ ഐക്യം അവരിൽ ഇല്ല. ഇത്രയും ഒരു സംസ്കാരം കൊണ്ടുള്ള ഐക്യം മറ്റ് മതങ്ങളിലില്ല. ഇസ്ലാം മതത്തിന് കുറെ ഐക്യമുണ്ടെന്ന് തോന്നുമെങ്കിലും ഉള്ളിലേക്ക് എത്തുമ്പോൾ അവർ ശത്രുക്കളാണ്. കാരണം സുന്നികൾക്ക് ഷിയകളെ കണ്ടുകൂടാ, ഷിയകൾക്ക് മുജാഹിദിനെ കണ്ടുകൂടാ. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കൾ വേറെ ഉള്ളവരല്ല. അവരുടെ ശത്രുക്കൾ ആരാണ്? അവര് തന്നെയാണ് തമ്മിൽ കൊല്ലുന്നത്. ഇപ്പൊ കണ്ടില്ലേ, സൗദി അറേബ്യയിലും അതുപോലെ ഹൂതികൾ അവിടുന്ന് ഇങ്ങോട്ട് ആക്രമിക്കുന്നു, ഇവർ അങ്ങോട്ട് ആക്രമിക്കുന്നു. ഇറാൻ നോക്കൂ നിങ്ങൾ, ആക്രമിക്കുന്ന ഒക്കെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളാണ്, അവരുടെ രാജ്യങ്ങളാണ്, അല്ലേ? അവരുടെ ആൾക്കാരെയാണ് അവർ കൊല്ലുന്നത്. അപ്പൊ ഇതൊന്നും എന്താ മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ട് ഹിന്ദുമതം ഇങ്ങനെ ഒരു ഐക്യത്തിന്റെ, ഒരു സംസ്കാരത്തിന്റെ മതമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ യജ്ഞങ്ങളും ആഘോഷങ്ങളും കലകളും സംസ്കാരങ്ങളും വേദവും ഇതുപോലുള്ള സംസ്കാരങ്ങൾ നമ്മളെ ഒരു ആത്മീയമായി ഒന്നിപ്പിച്ചു നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ അത്തരത്തിലുള്ള സംസ്കാരങ്ങൾ നമുക്ക്
കൊണ്ടു നടക്കണം. ക്ഷേത്രങ്ങളിൽ പാട്ടും കൂത്തൊക്കെ വരാൻ കാരണം എന്താ വെച്ചാൽ, അതായത് ഇപ്പോഴത്തെ ഈ കലാപരിപാടികളൊക്കെ വരാൻ കാരണം വെച്ചാൽ ആളുകളുടെ എണ്ണം കൂട്ടാനാണ്. പക്ഷെ ആളുകളുടെ എണ്ണം കൂടുന്തോറും എന്തു പറ്റി? ഇവിടെ കലഹത്തിൻ്റെയും അടിപിടിയുടെയും ഒക്കെ സ്വഭാവവും കൂടി, മദ്യത്തിൻ്റെയൊക്കെ സ്വഭാവം കൂടി. മനസ്സിലായില്ലേ? അപ്പൊ ആ തരത്തിൽ നമ്മൾ കുറച്ചൊരു ആചാര അനുഷ്ഠാനങ്ങളിൽ ഉറച്ചുകൊണ്ട് പോകുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ശബരിമല നോക്ക്, എത്ര ലക്ഷങ്ങൾ വന്നാലും വ്രതമെടുത്ത് പോകണം. അതൊക്കെ ഇത്തിരി സ്ട്രിക്റ്റായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ആ സംസ്കാരം കുറേയും കൂടിയും ആത്മീയമായി ഉന്നതമായി മാറും. ആണോ അല്ലയോ? ഇതൊക്കെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതകളാണ്. ഇപ്പൊ രാമൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഭരത, ഇതെല്ലാം നീ ശ്രദ്ധിച്ചു കൊണ്ട് നടക്കണം. പിന്നെ അടുത്തത് പറയാണ്, മന്ത്രിമാരെ നിയോഗിക്കുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. ആരെ? മന്ത്രിമാരെ. എന്തൊക്കെയാണ് മന്ത്രിമാരെ? അവര് ഭരണ നിപുണന്മാരായിരിക്കണം. ആരായിരിക്കണം? അല്ലാതെ വിവരദോഷികളെ ആരാക്കരുത്? മന്ത്രിമാരാക്കരുത്. വാക്ക് പിഴയ്ക്കാത്തവരായിരിക്കണം, നാക്ക് പിഴയ്ക്കാത്തവരായിരിക്കണം. അപ്പൊ അവരുടെ ഭാഷാശുദ്ധി ഉള്ളവരായിരിക്കണം. ജനങ്ങളോട് പ്രോപ്പർലി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലാതെ രാഷ്ട്രീയം നോക്കിയിട്ട് ഒരുത്തനെയും മന്ത്രിയാക്കരുത്. മനസ്സിലായില്ലേ? അതാണ് കേരളത്തിന് കഥപ്പതനം പറ്റിയത്. വിവരദോഷികളെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കി. നിങ്ങൾ നോക്ക്, പണ്ടൊരു ഇലക്ട്രിസിറ്റി മന്ത്രി ഉണ്ടായിരുന്നു, വായെടുത്ത വൃത്തിയിടേ പറയുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളവരെ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചിട്ട് മന്ത്രി ആക്കിക്കൊണ്ടാണ് കമ്മ്യൂണിസം തകർന്നു പോയത്. അവർ നേരം കമ്മ്യൂണിസം തകർത്തത് മറ്റുള്ളവരാണ്. അവരവരുടെ തന്നെ ചെയ്തികൾ അവരവരെ അധപ്പതനുണ്ടാക്കി. ആണോ അല്ലയോ? അപ്പോൾ കഴിവുള്ളവരെ വേണം മന്ത്രിമാരെ. അവർക്ക് രാഷ്ട്രീയമല്ല സത്യത്തിൽ ജനങ്ങൾ നോക്കുന്നത്. ജനങ്ങൾ നോക്കുന്നത് ഒരാൾക്ക് വേണ്ടത്ര കഴിവുണ്ടോ, അയാൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാമർഥ്യമുണ്ടോ, ആണോ അല്ലയോ? ആണോ അല്ലയോ? അതൊക്കെ ജനങ്ങൾ ആക്കി വരുന്നു ഇപ്പം. അതുകൊണ്ടാണ് ഈ പാവങ്ങൾ ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാർ നെഞ്ചത്തടിച്ച് കരയുന്നത്, ഞങ്ങളിപ്പോൾ ആർക്കും വേണ്ടല്ലോ, ഞങ്ങൾ ആർക്കും എന്തുകൊണ്ടാണ് വേണ്ടാതായത്? അങ്ങനെ കൊള്ളരുതാത്തവരെ പിടിച്ചു വെച്ചു അവര്. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് എനിക്ക് വളരെ വിഷമം തോന്നിയത്, 4 അക്ഷരം പറഞ്ഞാൽ പിഴയ്ക്കാത്തൊരക്ഷരം ഉണ്ടാവില്ല. എന്തു പറഞ്ഞാലും നാക്ക് പിഴയുള്ള മനുഷ്യനായിരുന്നു. ആണോ അല്ലയോ? ഞാൻ പറയണ കാര്യമല്ലത്. അപ്പൊ ഈ തരത്തിൽ വിഡ്ഢിത്തരങ്ങൾ പറയുന്ന അല്ലെങ്കിൽ വാക്കുകൾ പിഴയ്ക്കുന്നവരെയൊന്നും ആരാക്കരുത്. ഈ രാമായണമൊക്കെ പണ്ടേ പഠിച്ചിരുന്നെങ്കിൽ ഈ മാർക്സിസ്റ്റുകാർ പോലും നന്നാവുമായിരുന്നു. കോൺഗ്രസ്സുകാരും BJP-കാരൊക്കെ നന്നാവുമായിരുന്നു. മാർക്സിസ്റ്റുകാർ തെറ്റാണെന്നല്ല പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരായാലും ശരി, BJP ആയാലും ശരി, കോൺഗ്രസ്സുകാരായാലും ശരി, മന്ത്രിമാരെ വെക്കുമ്പോൾ എങ്ങനെയുള്ളവരാവണം? നല്ല കഴിവുള്ളവരായി മാറണം. ആണോ? ഏത് ഒരു വ്യക്തിയായാലും അയാൾ ഏത് രാഷ്ട്രീയമാവട്ടെ, അതാ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ രാഷ്ട്രീയം അല്ല നോക്കാറ്. നമ്മൾ നോക്കുന്നത് നല്ല കഴിവും മിടുക്കുമുള്ള, പണ്ട് അച്യുതാനന്ദ മറ്റേ ഇയാളൊക്കെ ഉണ്ടായിരുന്നു, അച്യുതമേനോൻ എന്നൊക്കെ പറയുന്ന വളരെ കഴിവുള്ള വർത്തമാനമൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യതയാണ്. ഉണ്ടോ ഇല്ലയോ? വലിയ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെയാണ്. പക്ഷെ ആളുകൾ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് അല്ല നോക്കിയത്. അദ്ദേഹത്തിന്റെ വാക്ചാതുര്യവും മധുരവും ഒക്കെ അത്ര കാര്യമായി പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവുള്ളവർ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവരോടൊക്കെ ഇപ്പോഴും ആളുകൾക്ക് ഇത്തിരി മനസ്സുകൊണ്ട് ആദരവും ബഹുമാനമൊക്കെ ഉള്ളത്. നിൽക്കട്ടെ. അപ്പൊ വാക്കുപിഴ ഉണ്ടാവരുത്. പിന്നെ സമ്പത്തിന് അത്യാർത്തി ഉള്ളവരാവരുത്. എന്തുണ്ടാവരുത്? മന്ത്രിമാർക്ക് ഒരിക്കലും സമ്പത്തിനോട് അത്യാർത്തി ഉണ്ടോ, അവന്റെ ഡിപ്പാർട്ട്മെന്റ് അവൻ നശിപ്പിക്കും. മനസ്സിലായില്ലേ? അവൻ 10 പൈസ ഉണ്ടാക്കാൻ. ഇത് അന്ന് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്തൊരു സത്യമാണെന്ന് നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ മന്ത്രിമാരൊരിക്കലും വിവരമുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കരുത്, അനാദരിക്കരുത്. ആരെ അനാദരിക്കരുത്? വിദ്വാൻമാരെ, മഹാന്മാരെ അനാദരിക്കരുത്. അപ്പം ഒരു മന്ത്രിയായി എന്ന് വെച്ചിട്ട് സർവജ്ഞാനിയായി മാറരുത്. എപ്പോഴും വിനയാന്വിതനായി മാറണം. മഹാന്മാരെ, പ്രതിഭകളെ, വിദ്വാൻമാരെ, പണ്ഡിതന്മാരെ മന്ത്രിമാരൊരിക്കലും അവഹേളിക്കരുത്, അപമാനിക്കരുത്. മനസ്സിലായില്ലേ? അതൊക്കെ ഒരു ഗുരുത്വദോഷമാണ്. പിന്നെ 4-മത്തതാണ്, മാറാവ്യാധി ഉള്ളവനെ മന്ത്രിയാക്കരുത്. രോഗികളെ ആരാക്കരുത്? മന്ത്രിയാക്കരുത്. അതെന്താ കാരണം? ഇവൻ ഖജനാവ് കാലിയാക്കും. കാരണം ഇവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എവിടുന്ന് കാശെടുക്കും? കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ അമേരിക്കയിലേക്ക് പോകുന്നത്? ഭാര്യയും കുടുംബമൊക്കെ ആയിട്ട് ജനങ്ങളെ പൈസ എടുത്തിട്ടാ പോകുന്നത്. അതുകൊണ്ട് രോഗികളെ ഒരിക്കലും ആരാക്കരുത്. മന്ത്രിമാരാക്കി കഴിഞ്ഞാൽ ആർക്കാണ് പൊളി വരിക?
പൊതുജനങ്ങളുടെ പൈസ അവരതിനു വേണ്ടി ധൂർത്ത്. ശരിയാണോ ഇതൊക്കെ? ഞാൻ പറയണതല്ലേ, നിങ്ങൾ എൻ്റെ മേക്കെട്ട് നോക്കണ്ട. ഇതൊക്കെ രാമായണത്തില് രാമൻ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? ഭരതന് പറഞ്ഞു കൊടുക്കുകയാണ്. സത്യത്തിൽ ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യമല്ലേ? അല്ലേ? ശരിയല്ലേ? ഇത് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ളവരൊക്കെയാണ് എന്തായിട്ട് എടുക്കേണ്ടത്? മന്ത്രിയായിട്ട് എടുക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഒരു രാജ്യത്തിന് ഗുണകരമായ പണി ചെയ്യുന്നവനാവണം. ഒരു രാജ്യത്തിന്റെ ഖജനാവ് കാലിയാക്കുന്ന കഴുതകളെ പിടിച്ച് ആരാക്കരുത്? മന്ത്രിയാക്കരുത്. അതാണ് ഇപ്പൊ നമുക്ക് പറ്റിയത്. രാഷ്ട്രീയം നോക്കി മന്ത്രിയാക്കി. അവന് കഴിവുണ്ടോ കഴിവില്ലേ എന്നുള്ള ആരും അപ്പൊ തിരിച്ചറിയുമ്പോഴേക്കും ഖജനാവ് പൂച്ച പെറ്റ അവസ്ഥയിലായിപ്പോയി. തിരിച്ചറിഞ്ഞു നോക്കൂ നിങ്ങൾ. അതാണ് നമ്മുടെ ഈ കേരളത്തിനൊക്കെ പറ്റിയ ശാപം. ജനങ്ങളിപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കൂൾ സിലബസിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. ഇനി അടുത്ത കാര്യം പറയാണ്. ഭരത ശ്രദ്ധിക്കേണ്ട കാര്യം, 4 കാര്യത്തിൽ എപ്പോഴും ജാഗ്രത വെക്കണം. അതെന്തൊക്കെയാണ്? തീപിടുത്തം വരുമ്പോൾ എന്താണ്? അപ്പൊ തീപിടുത്തം വരുമ്പോൾ എന്താണ്? അത് കെടുത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെക്കണം. അങ്ങനെയാണ് പലയിടത്തും കാടിനോടൊക്കെ ചേർന്ന് തടാകങ്ങളൊക്കെ നോക്കൂ. അന്ന് മോട്ടറും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ വെള്ളം കോരി ഒഴിച്ച് കെടുത്താനുള്ള സംവിധാനങ്ങൾ, മനസ്സിലായില്ലേ? അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇതുപോലെ വെള്ളപ്പൊക്കം വരുമ്പോൾ കൃഷിനാശം വരാതിരിക്കാൻ നോക്കണം. അപ്പൊ എവിടെയാണോ വെള്ളപ്പൊക്കം വരാൻ സാധ്യത ഉള്ളത് ആ വെള്ളത്തെ അവിടുന്ന് പെട്ടെന്ന് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പകർച്ചവ്യാധികൾ വരുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ, അതായത് അന്നുകൊണ്ട് വൈദ്യം നടത്താം. ആ വൈദ്യന്മാരെയൊക്കെ വേണ്ട പോലെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതുപോലെ കള്ളന്മാര്, കൊള്ളക്കാര്, ധൂർത്തടിക്കാര്, ദുരാഗ്രഹികള്, ഇവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യരുത്. രാജാവ് എത്രയും ജാഗരൂകനായിരിക്കണം. അതായത് ഒരു രാജ്യത്തെ പ്രജകൾ അത്രയും സുരക്ഷിതരായി ഇരുന്നാൽ മാത്രമേ ആ രാജ്യത്തോട് അവർക്ക് കൂറും ബഹുമാനവും ഉണ്ടാവുള്ളൂ. ഏത് നാട്ടിൽ സുരക്ഷിതരാണോ ആ നാട്ടിൽ നിന്ന് ആരും പോവാൻ ആഗ്രഹിക്കില്ല. ഇതൊക്കെ രാമൻ അന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒരു രാജാവിന്റെ ഉത്തരവാദിത്വം എത്രയോ നോക്കൂ നിങ്ങൾ. ഒരു രാജാവിന് എത്രമാത്രം ഉത്തരവാദിത്വമാണ് ഉള്ളത് എന്നുള്ളത്. ഇനി അവസാനം പറയാണ്, നീ ഇടയ്ക്കിടയ്ക്കെങ്കിലും എവിടെ പോണം? ഉപാധ്യായനായ സുധന്വനെ കാണണം. ആരാണ് ഈ സുധന്വൻ എന്ന് പറഞ്ഞാൽ? ഒരു കൂട്ടം ആളുകളാണ്. അവരാണ് അസ്ത്രം ഉണ്ടാക്കുന്നവര്, ആയുധം ഉണ്ടാക്കുന്നത്. രാമൻ പറയാണ്, ഭരത ഇടയ്ക്കിടയ്ക്ക് ആയുധപ്പുരെ പോയി നോക്കണം. അതായത് ആയുധങ്ങൾ വേണ്ടത്ര ഉണ്ടോ എന്നുള്ളത്. പെട്ടെന്നൊരാവശ്യം വന്നിട്ട് നമ്മൾ പറയല്ലേ, എല്ലാം ആവശ്യം വരുന്ന സമയത്ത് ഇരുന്നിട്ട് ഒരു അന്വേഷിച്ചിട്ട് അതവിടെ ഉണ്ടോ എന്ന്. എന്തുണ്ടോ? ഒന്നുമില്ല. ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഒരു കാര്യം വരുമ്പോൾ അപ്പോഴല്ല അന്വേഷിക്കേണ്ടത്, അത് നേരത്തെ തന്നെ അവിടെ ഉണ്ടെന്ന് രാജാവ് ഉറപ്പ് വരുത്തണം. ഇത്രയും ഒരു രാജ്യത്തിന്റെ സമഗ്രമായ സുരക്ഷയ്ക്ക്, പുരോഗതിക്ക്, ഐശ്വര്യത്തിന്, അഭിവൃദ്ധിക്ക്, ഇങ്ങനെ എല്ലാറ്റിനും ചേർന്ന ഒരു ഭരണ നൈപുണ്യമാണ് രാമൻ ആരെ പഠിപ്പിക്കുന്നത്? ഭരതനെ പഠിപ്പിക്കുന്നത്. നിങ്ങളിത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ രാമായണത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഇത്രയും ഒരു ഗംഭീരമായൊരു ഭാഗം രാമായണത്തില് നമുക്ക് അതിശയം വരും. ഇതാണോ നമ്മുടെ രാമായണം എന്നുള്ളത്? പക്ഷെ എഴുത്തച്ഛൻ ഈ ഭാഗങ്ങളൊന്നും എഴുത്തച്ഛന്റെ രാമായണത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ, ഇന്നിപ്പോൾ നിങ്ങൾക്കതൊന്നും പ്രശ്നമില്ല. കാരണം ഇന്ന് ChatGPT എന്നൊരു സാധനമുണ്ട്. നിങ്ങളുടെയൊക്കെ മൊബൈലിൽ കിട്ടുന്ന ഒരു ആപ്പാണത്. അതിൽ കൊടുക്കുക 60-ാം അധ്യായം ഒന്ന് വിശദീകരിച്ച് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഇനി പുസ്തകമൊക്കെ വാൽമീകി രാമായണം വായിക്കാനൊന്നും പോകണ്ട. കാരണം ഇന്ന് ChatGPT ഉള്ളത് കൊണ്ട് ഏത് വിവരം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്നിട്ടും കിട്ടാവുന്ന ലോകത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? നിങ്ങൾ അതിൽ ChatGPT പോയിട്ട് കൊടുക്കുക. 100-ാം അധ്യായം, അയോധ്യാകാന്ഡത്തിലെ 100-ാം അധ്യായം, രാമൻ ഭരതന് കൊടുക്കുന്ന ഭരണ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാൻ പറഞ്ഞതൊക്കെ കുറവാണ്, ഇനിയും കുറെ കിടക്കുന്നുണ്ട് അതില്. ഇത്രയും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആഖ്യാനം നമ്മളെ അത്ഭുതപ്പെടുത്തും. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ രാമായണത്തിലുള്ളതെന്ന് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ രാമനോടുള്ള ബഹുമാനം
കൂടുവോ കുറയോ? കൂടും. കാരണം അത്രയും രാമൻ, നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളെ പിടിച്ച് പുറത്താക്കിയ രാജ്യത്ത് നിന്ന് നിങ്ങൾ അനിയൻ രാജാവണം. ആ അനിയന് നിങ്ങൾ ഇതൊക്കെ വല്ലതും പറഞ്ഞു കൊടുക്കുമോ? കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ എന്താ മനസ്സിലുണ്ടാവുക? നിങ്ങളെ പിടിച്ച് പുറത്താക്കി, നിങ്ങളുടെ അനിയനെ പിടിച്ച് മന്ത്രിയെ അല്ലെങ്കിൽ അവിടുത്തെ വീട്ടിൻ്റെ തറവാട്ടിലെ കാരണവരാക്കി, നിങ്ങളെ പുറത്താക്കി, ഒരുപാട് സ്വത്തുമുണ്ട്. ആ തറവാട് എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ള ടെക്നിക്ക് നിങ്ങൾ അനിയന് പറഞ്ഞു കൊടുക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? പാലക്കാട്ടുകാരാണെങ്കിൽ പറഞ്ഞു കൊടുക്കുമോ? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ? പറഞ്ഞു കൊടുക്കുമോ? പറഞ്ഞു കൊടുക്കില്ല എന്ന് മാത്രമല്ല, എന്താ പറയാ, അനുഭവിച്ച് തീർക്കട്ടെ എന്ന്, അല്ലേ? അവനെ എങ്ങനെയാ ഭരിച്ചിട്ട് കാണിക്കട്ടെ എന്ന്, അങ്ങനെയല്ലേ പറയാ? ആണോ? ഇവിടെ രാമനെ പിടിച്ച് പുറത്താക്കിയത് മാത്രല്ല, ആ രാമനാണ് ഇതെല്ലാം ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അപ്പം രാമൻ ഇങ്ങനെ വീട്ടിൽ കൊട്ടാരത്തിലിരുന്ന് ഊണും കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പോയി പപ്പ ഡാഡി ഡാഡി എന്ന് പറഞ്ഞ് നടക്കിയിരുന്നില്ല. രാമൻ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചൊരു ഉത്തമ ഭരണാധികാരിയായിരുന്നു. ഇപ്പൊ രാമനത് പഠിച്ചു എന്ന് മാത്രല്ല, രാമൻ ഇതിന് പകർന്നു കൊടുക്കാനുള്ളൊരു നൈപുണ്യവും ഉള്ള ആളായിരുന്നു, അല്ലേ? എന്തൊരു ഗംഭീരമാണ് നോക്കൂ. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ IAS ക്ലാസ് എടുക്കാറുണ്ട്. ഇപ്പൊ ഇതൊരു സിലബസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം IAS ട്രെയിനിങ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ മസൂറിയിൽ. അപ്പൊ അവർക്കിതിങ്ങനെ ലെസൺസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അയോധ്യയുടെ കാലഘട്ടത്തിൽ രാമൻ ഭരതന് എങ്ങനെയായിരിക്കണം ഉത്തമ അഡ്മിനിസ്ട്രേറ്റർ. ഇപ്പൊ രാജാവ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ. അയാൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാവണം, ക്വാളിറ്റി ഉണ്ടാവണം, ഈ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറ്. ഇങ്ങനെ എത്രയെത്ര കൃതികൾ. സത്യത്താൽ നമ്മൾ കേരളീയർ വളരെ ലജ്ജിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഹിന്ദുക്കള് ഈ തൊഴുതു പോവുക എന്നുള്ള ഭക്തി അല്ലാതെ ഇങ്ങനെയുള്ള കൃതികളിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഭക്തി നമുക്കില്ല. ഇപ്പം നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്, നിങ്ങളുടെ നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല, എന്നാലും പാലക്കാട് മത്സരിച്ച ശ്രീധരൻ സാറുണ്ട്. പണ്ട് ഇവിടെ MLA ആയിട്ട് മത്സരിച്ച, കേട്ടില്ലേ നിങ്ങൾ? മെട്രോ മാൻ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹം തൻ്റെ മെട്രോയിൽ അദ്ദേഹം ചെയർമാനായിട്ടിരിക്കുമ്പോൾ അവിടുത്തെ എഞ്ചിനീയേഴ്സിന് 100 എഞ്ചിനീയേഴ്സാണ് മെട്രോ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഭഗവത്ഗീത വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുക. പലപ്പോഴും അദ്ദേഹം പറയാവുന്ന ഒരു കാര്യമാണ്, ഈ ജോയിൻ ചെയ്ത എഞ്ചിനീയേഴ്സിനൊക്കെ ഭഗവത്ഗീത കൊടുക്കും. എന്നിട്ട് അതിൽ 18-ാം അധ്യായത്തിലെ 25, 26, 27, 28 ശ്ലോകങ്ങൾ എങ്ങനെയാണ് നല്ലൊരു എഫിഷ്യന്റ് ഒരു എക്സിക്യൂട്ടർ ആവുക എന്നുള്ളത്, ജോലിക്കാരനാവുക എന്നുള്ളത്, ഗീതയിലുള്ള കാര്യം. ഗീത പറഞ്ഞ ഏത് വർഷം മുമ്പാണ്? 5000 വർഷം മുമ്പ് കൃഷ്ണൻ യുദ്ധക്കളത്തിൽ പറഞ്ഞതാണ് ഇന്നൊരു ജോലി സ്ഥലത്ത് പറഞ്ഞു കൊടുക്കുന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മാനേജ്മെന്റ് ടാക്ടിക്സ് നോക്കൂ നിങ്ങൾ, ടെക്നിക്ക്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസത്തിലേക്ക് വരേണ്ടതായിരുന്നു. നമ്മുടെ കഷ്ടകാലത്തിന് തലതിരിഞ്ഞ ഒരു വർഗം ഇവിടെ ഭരിച്ചുപോയി. മനസ്സിലായില്ലേ? ഭാരതത്തിന്റെ സംസ്കൃതി ഒട്ടുമില്ലാത്തവർ ഭരിച്ചുപോയി. അവർ നവോത്ഥാനവും പറഞ്ഞ് പൊട്ടത്തരവും പറഞ്ഞ് അവരെവിടെ ഇല്ലാതെയായി. ഭാരതത്തിന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ, മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ തരത്തിൽ നമ്മുടെ കൃതികളിൽ നിന്ന് ഒരു നല്ല വ്യക്തിത്വത്തെ വാർത്തെടുക്കാനുള്ള വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ നീറ്റിന്റെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഓരോ കുട്ടിക്കും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കഴിവുകളും സാധ്യതകളും ഉണ്ടെന്ന് മനസ്സിലാകുമായിരുന്നു. മനസ്സിലായില്ലേ? ഇന്നിപ്പോ പാർലമെന്റിൽ ഇപ്പൊ അതിന്റെ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ വരില്ലായിരുന്നു. അപ്പോ ഇവിടെയാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മുടെ കൃതികളെ, അതിലെ ചില മൂല്യങ്ങളെ നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. കേവലം വായിച്ചു പോകുന്ന ഒരു രാമായണ മാസാവരുത് നമുക്ക്. രാമായണത്തിന്റെ ഉള്ളിൽ നിന്നും ചില തത്വങ്ങളും ചില മൂല്യങ്ങളും എടുത്ത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമ്പോൾ രാമായണത്തിന്റെ മഹത്വം, രാമന്റെ മഹത്വം, നമ്മുടെ പൂർവികരുടെ മഹത്വം, അവർ പകർന്നു തന്ന ഒരു അറിവിന്റെ മഹത്വം നമുക്കിവിടെ നിലനിർത്തി കൊണ്ടുപോവാൻ സാധിക്കും. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. അപ്പൊ ഇതിനെ പറയാ രാമഭരത ഭരണ നൈപുണ്യ പഠനം എന്നാണ്. എന്താണ്? അല്ലെങ്കിൽ രാമഭരത ഭരണ നൈപുണ്യത്തെ കുറിച്ചുള്ള ഒരു ചർച്ച. ഇതിന് പറയാം സംവാദം എന്നാണ്. എന്താണ്? ഒരു സംവാദമാണ്. ഈ അധ്യായം അത്ര ഗംഭീരമാണ്.
ഇത് നമ്മുടെ തലമുറകളിലേക്ക് വളരെ ആവശ്യവുമാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് ഭരതൻ പറഞ്ഞു, ഇത്രയൊക്കെ ലോഡ് എടുക്കണം, അപ്പം ചില്ലറ കാര്യമൊന്നുമല്ല, വലിയ കാര്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് അവിടെ വെറുതെ ഇരുന്നിട്ട് എന്താ പറയാ 100-100 പോലീസുകാരെയും വെച്ചിട്ട് ഇങ്ങനെ കാറിൽ കയറി യാത്ര ചെയ്യുന്ന പരിപാടിയല്ലത്. മനസ്സിലായില്ലേ? 25 സ്റ്റാഫിനെയും വെച്ചിട്ട് എവിടെ ഒപ്പിടേണ്ടത്, എന്താ ഒപ്പിടേണ്ടതെന്ന് പോലും അറിയാത്ത മന്ത്രിമാരും ആൾക്കാരും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ കർണാടകയിൽ പണ്ടൊരു MP ജയിച്ചു പോയത്. MP ആണോ MLA ആണോ അറിയില്ല. ഇയാള് എങ്ങനെ ജയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, എല്ലാ ജില്ലകളിലും ബ്രിഡ്ജ് ഉണ്ട്, പാലമുണ്ട്, നമ്മുടെ ജില്ലയിൽ മാത്രം ബ്രിഡ്ജില്ല. അതെന്താ വെച്ചാൽ ഇവിടെ ഭരിച്ചവർ മുഴുവൻ കള്ളന്മാരായിരുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ ഞാനൊരു ബ്രിഡ്ജ് ഇവിടെ പണിയുന്നു. പൊട്ടന്മാർ ഇയാളെ ജയിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ നാട്ടിൽ പുഴയില്ല എന്ന്. ഒരു പുഴയുണ്ടെങ്കിലല്ലേ ഒരു ബ്രിഡ്ജ് പണിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നാട്ടില് ബ്രിഡ്ജ് പണിയാത്തതിന്റെ കാരണം അവിടെ പുഴ ഉണ്ടായിരുന്നില്ല. അത്രയും ജനങ്ങൾക്ക് ബോധമുള്ളൂ എന്നർത്ഥം, അത്രയും ബോധമുള്ളൂ എന്നർത്ഥം. മനസ്സിലായില്ലേ? നമ്മുടെ ഒരു അവസ്ഥ അതാണ്, നമ്മുടെ ഭാരതത്തിന്റെ ഒരു അവസ്ഥ. പ്രത്യേകിച്ച് കേരളത്തില് ഒരിക്കലും ഒരു മന്ത്രി വേറൊരു മന്ത്രിയെ കാണാൻ പോയി, അന്യ സംസ്ഥാനത്തില്, ആന്ധ്രയിലൊക്കെ. അപ്പൊ അയാൾ വലിയ കോടീശ്വരനായിട്ട് മെർസീഡിയസ് ബെൻസും BMW ഒക്കെ ആയിട്ട് വലിയ വലിയ സംവിധാനമാണ്. ചോദിച്ചു, ഇത് എങ്ങനെയാന്ന് ചോദിച്ചു. പറഞ്ഞു, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നീ എൻ്റെ കൂടെ വാന്ന്. എങ്ങോട്ട്? ഒരു സ്ഥലത്തേക്ക് ഇയാളെ കൊണ്ടുപോയി. അപ്പൊ ഒരു പുഴയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കുറെ തൂണുകൾ നിൽക്കുന്നുണ്ട്. ചോദിച്ചു, ഇത് എന്താണെന്ന്. ഇതിന്റെ മേൽഭാഗത്തുള്ള സാധനമാണ് എൻ്റെ വീട്ടിലെത്തിയതെന്ന്. അതായത് ഈ തൂണിന്റെ മുകളിലുള്ള സ്ലാബാണ് ഞാൻ മുക്കിയതെന്ന്. ആ പൈസ എടുത്തിട്ടാണ് ഞാൻ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന്. കുറേ കാലം കഴിഞ്ഞിട്ട് ആ മന്ത്രി കേരളത്തിൽ വന്നു എന്നാണ്. ഇയാൾ വലിയ സമ്പൽ സമൃദ്ധിയിലൊക്കെ ഇരിക്കുന്നത് എവിടെ നിന്നാണെന്ന്. ഇയാളും കൊണ്ടുപോയി ഒരു പുഴയുടെ തീരത്ത്, അവിടെ ഉണ്ട് ഒരു പാലം നടുവൊടിഞ്ഞ് കിടക്കണം. പറഞ്ഞു, ഇതെന്തു പറ്റി എന്നുള്ളത്. അത് ശരിക്കും നടു ഒടിയാതിരുന്നിരുന്നു, പക്ഷെ ഞാൻ ബാക്കി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിന്ന്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അതായത് അതിൽ ചേർക്കേണ്ട സിമെന്റിന്റെ പകുതി, കമ്പിയുടെ പകുതി അത് ഞാൻ അടിച്ചു മാറ്റി നടത്താം. ഈ തരത്തിൽ കള്ളത്തരവും വെട്ടിത്തരവും ഒക്കെ ആയിട്ട് രാജ്യം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ആണോ അല്ലയോ? നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഒരു കാലഘട്ടത്തിൽ റോഡൊക്കെ എത്ര മോശമായിരുന്നു ഇല്ലേ? ഇപ്പോഴാണ് കുറച്ചുകൂടി കുണ്ടും കുഴിയും ഒക്കെ തിരി കുറഞ്ഞു വരുന്നത്. ആണോ? അപ്പൊ ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ അന്നും ഉണ്ട് ഇവിടെ. പക്ഷെ ഇതൊക്കെ എന്തേ, എവിടെ പോയി? ഇത് എവിടുന്ന അന്ന് പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങോട്ട് വന്നത്? അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഒരു ഉത്തരവുള്ളത്, ഒരു ആർജവമില്ലാത്ത, കഴിവില്ലാത്തവര് എവിടെ ഇരുന്നിട്ടും കാര്യമില്ല. ഇനിയെങ്കിലും നമ്മുടെ കുട്ടികൾ പഠിക്കണം, രാഷ്ട്രീയമല്ല വലുത്, ഏറ്റവും വലുത് ഭരണ നൈപുണ്യമാണ്. എന്താണ് അത്? ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, അവർക്ക് കഴിവുണ്ടോ, ആ കഴിവുള്ളവർ ഭരിച്ചാലേ ഒരു നാട് നന്നാവുള്ളൂ. അപ്പം മന്ത്രിമാർക്കും കുറെ കഴിഞ്ഞാൽ രാമായണമൊക്കെ ക്ലാസ് എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം നിങ്ങൾക്കത് പഠിച്ചു വെക്കണം. നാളെ നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ ഇല്ലാതെയാക്കരുത്. കുറെ കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് ക്ലാസ് എടുക്കേണ്ടി വരും? രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർക്കൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കേണ്ടി വരും. എങ്ങനെ ഒരു കഴിവുള്ളൊരു, സാമർഥ്യമുള്ളൊരു, കർമ്മകുശലതയുള്ളൊരു, കാര്യകുശലതയുള്ളൊരു ആരാവാം? മന്ത്രിയാവാം എന്നൊരു ക്ലാസ് അവർക്കൊക്കെ എടുത്തു കൊടുത്താൽ ഒരുപക്ഷെ അവർക്ക് വല്ല ഗുണങ്ങളും നാട്ടുകാർക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പാപം 5 കൊല്ലോ 10 കൊല്ലോ മരിച്ച് പിന്നെ കൊതുകിനടിക്കാനായിട്ട് അവര് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം ആർക്കും പ്രത്യേകിച്ച് അവരെ കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. നിൽക്കട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് രാമൻ ഭരതനോട് പറഞ്ഞു, ഭരത നീ പോയി രാജ്യം ഭരിക്കൂ, ഞാൻ 14 കൊല്ലം കഴിഞ്ഞിട്ട് വരാന്ന്. ഭരതൻ അപ്പോഴും പറയണത്, ഇത്രയൊന്നും ലോഡ് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല, അങ്ങനെ വരണമെന്നാണ്, അങ്ങ് വന്നേ പറ്റുള്ളൂ എന്ന്. രാമൻ പറഞ്ഞു, അച്ഛൻ്റെ വാക്കുകളെ നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത്. നോക്കൂ, ഇത്രയൊക്കെ അറിയുന്ന രാമൻ, ഇതൊക്കെ അറിയുന്ന രാമൻ അപ്പോഴും അച്ഛൻ്റെ വാക്കുകൾ സത്യമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്. ആ സംസ്കാരത്തെ നമ്മൾ നിലനിർത്തണം. അച്ഛനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തേണ്ടത് ആ വാക്കുകൾക്കാണ് മഹത്വം. അച്ഛൻ കൊടുത്ത വാക്കുകൾ അത് തെറ്റിപ്പോകരുത്. എന്തായാലും അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ 2 കാര്യങ്ങൾ പ്രതിജ്ഞ പോലെ കൊടുത്തിട്ടുണ്ട്, അത് നിന്റെ അമ്മ സ്വീകരിക്കുകയും ചെയ്തു. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല, അച്ഛൻ പറഞ്ഞതിനെ അനുസരിക്കുക എന്നത് നമ്മുടെ സംസ്കാരമാണ്. അപ്പൊ 2 കാര്യങ്ങളാണ്. ആ സത്യം, 2 ആ സത്യത്തെ നമ്മൾ അനുസരിക്കുക എന്നുള്ളത്. അപ്പൊ ആ അനുസരണം, ആ ഒരു വാക്കുണ്ടല്ലോ, ഭരതന നല്ല ബോധ്യയെ, എന്താണോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അതിനെ അതുപോലെ
അനുസരിക്കുക. എന്താണോ എന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം അതിനെ നിറവേറ്റുക. അവസാനം ഭരതന് മനസ്സിലായി ഇനിയിപ്പോ രാമൻ വരില്ല എന്ന്. അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എന്തായാലും രാജാവില്ല, അവിടുന്ന് തന്നെയാണ് രാജാവ്, ഞാൻ അവിടുത്തെ ഒരു ദാസനായി രാജ്യം ഭരിച്ചോളാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? അവിടുത്തെ പാതുകങ്ങൾ, പാതുകം ദേഹി, പാതുകം ദേഹി. രാമന്റെ കയ്യിലാണ് ഈ പാതുകം മാത്രമേ ഉള്ളൂ. ആ പാതുകം കൂടി കൊടുത്താൽ ഇനി ഒരു സ്പെയർ ചെരുപ്പ് ആരും കൊണ്ടുപോയില്ല. പിന്നെ രാമൻ അവിടുത്തെ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം. എന്തായാലും രാമൻ കാലിലിട്ട ആ പാതുകം ആരെ ഏൽപ്പിച്ചു? ഭരതനെ ഏൽപ്പിച്ചു. ഭരതൻ രാമനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് എത്ര നമസ്കരിച്ചിട്ടും മതിയാവില്ല. എന്നിട്ട് കെട്ടിപ്പിടിച്ച് രാമന്റെ അടുത്ത് നിന്നും തിരികെ യാത്ര ചെയ്യാണ്. ഇപ്പോൾ വരുന്നത് രാമദാസനായ രാജാവായിട്ടാണ്. രാമന്റെ അടുത്തേക്ക് പോകുമ്പോൾ രാജാവായിട്ട് നിന്നിട്ടില്ല. ഇപ്പോഴാരാണ്? രാമദാസനായൊരു രാജാവായി അദ്ദേഹം തിരിച്ചു വരികയാണ്. കാരണം രാമൻ ഒരിക്കലും ഇനി വരില്ല എന്നുള്ളത് മനസ്സിലായി. വരില്ല പറഞ്ഞാൽ 14 വർഷം. പിന്നൊരു കാര്യം കൂടി രാമൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. 14 വർഷം കഴിഞ്ഞ് ഭരതൻ പ്രതിജ്ഞ ചെയ്തു. 14 വർഷം കഴിഞ്ഞ് ആ 14-ാമത്തെ വർഷം കഴിയുന്നന്ന് രാമൻ വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുന്നു. എന്താണ്? 14 വർഷം കഴിഞ്ഞ് 14-ാമത്തെ ദിവസം രാമൻ വന്നില്ലെങ്കിൽ അഗ്നിയിലേക്ക് ഞാൻ ചാടുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭരതൻ പോയി. ഭരതൻ തിരിച്ചു പോയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ, നന്ദിഗ്രാമം എന്ന് പറയുന്ന അയോധ്യക്കടുത്തുള്ളൊരു സ്ഥലത്താണ് ഒരു പർണശാലയൊക്കെ കെട്ടി അവിടെയാണ് ഈ രാജാവായി ഇരുന്നത്. രാജസിംഹാസനത്തിൽ വെച്ചത് രാമന്റെ പാതുകമാണ്. ഓരോ ദിവസത്തെയും കണക്ക് വിവരങ്ങള്, ഗജരാവിലെ വിവരങ്ങള്, രാജ്യത്തിലുള്ള കുതിരകളുടെ എണ്ണം, ആനകളുടെ എണ്ണം, കൃഷി, എല്ലാ കാര്യവും റിപ്പോർട്ടും ആരെ പറഞ്ഞേൽപ്പിക്കും? രാമനെ, ഈ പാതുകത്തെ പറഞ്ഞ് കേൾപ്പിക്കും. ആരെ കേൾപ്പിക്കുന്ന പോലെ? രാമനെ പറഞ്ഞ് കേൾപ്പിക്കുന്ന പോലെ. അങ്ങനെ ഒരു ഉത്തരവാദിത്തോടുകൂടി ഭരതൻ രാജ്യം ഭരിച്ചു, രാമദാസനായിട്ടെന്ന്. നോക്കൂ, ഈ ചരിത്രങ്ങളൊക്കെ നടക്കുന്നത് 7000 വർഷം മുമ്പാണ്. പിന്നീട് ഭാരതത്തില് ഈ രാമദാസനായി രാജ്യം ഭരിച്ച ഒരാളുണ്ടായിരുന്നു. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ രാമായണത്തിൽ നിന്ന് കിട്ടുന്ന പ്രചോദനമാണത്. ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആരാണ്? നരേന്ദ്രമോദിയൊന്നല്ല. എന്താ, അദ്ദേഹം പാതകം വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചെയറിൽ? ശരിക്കും രാമദാസനായിട്ട് രാജ്യം ഭരിച്ച വേറൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മഹാരാഷ്ട്രയിലെ ശിവജി മഹാരാജ്. ആരാണ് അദ്ദേഹം? പക്ഷേ രാമായണത്തിലെ രാമന്റെ ദാസനായിരുന്നില്ല. അന്ന് വേറൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സമർത്ഥ രാമദാസ് എന്നായിരുന്നു. ആരാണ്? സമർത്ഥ രാമദാസ്. ആ രാമദാസിന്റെ ശിഷ്യനായിരുന്നുകൊണ്ട് രാജ്യം ഭരിച്ച ആളാണ് ആര്? ശിവജി മഹാരാജ്. അപ്പൊ ആ പ്രചോദനം കിട്ടിയത് എവിടുന്നാണ്? രാമായണത്തിൽ നിന്നാണ്. ഭരതൻ രാമന്റെ പാതുകം വെച്ച് രാജ്യം ഭരിച്ച പോലെ ഞാനും ഈ മഹാനായ സമർത്ഥ രാമദാസിന്റെ ഒരു ശിഷ്യനായിട്ട് അദ്ദേഹത്തിന്റെ പാതുകം വെച്ചുകൊണ്ട് രാജ്യം ഭരിച്ച ആളാണ് ആര്? ശിവജി മഹാരാജ്. അത് നടന്നൊരു ചരിത്ര കഥയാണത്. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ കാരണം ഭാരതത്തിന്റെ ഒരു മഹത്തായ ഒരു പാരമ്പര്യം, ഭാരതത്തിന്റെ മഹത്തായ ഒരു സംസ്കൃതി, അല്ലെ? എന്തൊരു ഗംഭീരമുണ്ട് നോക്കൂ നിങ്ങൾ. 7000 വർഷങ്ങൾക്ക് പുറകോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അന്നത്തെ ആ ദർശനത്തിന് ഇന്നും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഗംഭീരമാണ് എഴുതി വെച്ചിരിക്കുന്ന കൃതികൾ നോക്കൂ നിങ്ങൾ. ലോകത്തിൽ ഏതെങ്കിലും ഒരു കൃതി ഇതുപോലെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇത് രാമായണമൊക്കെ ഇന്നും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് എഴുതി വെച്ചതിന് ഇന്നും പ്രാധാന്യമുണ്ട്, പഠിക്കാനേറെയുണ്ട്, അല്ലേ? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ ഇതിലൊക്കെ എന്താണ്? ഒരു നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക, കഴിവുള്ള ഒരാളെ രൂപപ്പെടുത്തുക, അല്ലേ? നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക, നല്ലൊരു സുരക്ഷിതത്വമുള്ള രാജ്യം, സംസ്കാരമുള്ള രാജ്യം, സമ്പൽ സമൃദ്ധിയുള്ള രാജ്യം. അവരുടെ ഭാവന നോക്കൂ നിങ്ങൾ. ദൂർത്തടിക്കുക, കൊള്ളയടിക്കുക, മുഗളന്മാരുടെ ചരിത്രമാണ് ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൊള്ളയടിച്ചവരുടെയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവരുടെയൊക്കെ കഥയാണ്.
നിങ്ങൾ നോക്കും, മുഗളന്മാരുടെ ചരിത്രമൊക്കെ എടുത്ത് നോക്കും നിങ്ങൾ. ആണുങ്ങളെയൊക്കെ കൊല്ലും, സ്ത്രീകളെ കൊല്ലില്ല അവര്. ആണുങ്ങളെയൊക്കെ ചുട്ടുകൊല്ലും, എങ്ങനെയെങ്കിലും വെട്ടിക്കൊല്ലുക ഏതെങ്കിലും രീതിയിൽ. നിങ്ങൾ കേരളത്തിലേക്ക് മാപ്പിള ലഹള എടുത്തു നോക്കും നിങ്ങൾ. 1900 ഏത് വർഷം 21 നടന്ന മാപ്പിള ലഹളയിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പേര് തന്നെ മാപ്പിള ലഹള. ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ആണുങ്ങളാണ്, 99.9%. എന്തേ സ്ത്രീകളെ കൊല്ലാഞ്ഞത്? കാരണം അവരാവശ്യമായിരുന്നു. നോക്കൂ നിങ്ങൾ, ആ സ്ത്രീകളോടുള്ള അവരുടെ സമീപനം, അവരുടെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത്. ഇതൊക്കെയാണ്, ഈ ചരിത്രങ്ങളൊക്കെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ ഹിസ്റ്ററിയിൽ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഒന്ന് ഇപ്പം കുറെ വെളിച്ചത്ത് വരുന്നുണ്ട്. ഇതിനൊക്കെ തുറന്ന് എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളും KP കേശവമേനോന്റെ പുസ്തകമുണ്ട്. പാലക്കാട്ടുകാരനായിരുന്നു KP കേശവമേനോൻ. അദ്ദേഹം ഈ മാപ്പിള ലഹളയെക്കുറിച്ചൊക്കെ എഴുതിയ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചു നീറിപ്പോവും. കാരണം അത്ര ക്രൂരതയാണ് അന്നത്തെ ഹിന്ദുക്കളോട് കാണിച്ചത്. അതിൽ ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിൽ പലരും രാജിവെച്ചത് ഈ ഇവിടുത്തെ ഈ ഖിലാഫത്ത് സമരത്തിനെ ഇവർ ന്യായീകരിക്കാൻ പോയതുകൊണ്ടാണ് കോൺഗ്രസ്സുകാര്. മനസ്സിലായില്ലേ? അവരതിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം ഹിന്ദുക്കളെയാണ് വെട്ടിക്കൊല്ലുന്നത്, സ്ത്രീകളെ അവർ തൊടുന്നുമില്ല. എന്നിട്ട് ഈ സ്ത്രീകളെയൊക്കെ കൊണ്ടുപോയി കുറെ എണ്ണത്തിനെ മതം മാറ്റി, കുറെ എണ്ണത്തിനെ ഗ്രേപ്പ് ചെയ്ത്, കുറെ എണ്ണം ഭ്രാന്തായി പോയി എന്നാ പറയണത്. കുറെ സ്ത്രീകൾ ഭ്രാന്തായി പോയി. അന്ന് ഈ പൊന്നാനി ഭാഗത്തൂടെ പോകാൻ പറ്റില്ലായിരുന്നു അത്രേ. സ്ത്രീകളുടെ അലർച്ച കേട്ടിട്ട് കരഞ്ഞ അലറി കാമഭ്രാന്തന്മാരായിട്ട് വരികയായിരുന്നു ഇവര്. കേരളത്തിന്റെ ചരിത്രമാണ് അതൊക്കെ. മനസ്സിലായില്ലേ? എന്നിട്ട് ഇതൊക്കെ അവര് ശുദ്ധവൽക്കരിച്ച് ഇതിനൊക്കെ ചരിത്രവും കൊടുത്ത് എവിടെ കിടക്കണു രാമായണം? എവിടെ കിടക്കണു നമ്മുടെ സംസ്കാരം? ആരെയും നശിപ്പിക്കുന്ന, ആരെയും ഇല്ലാതാക്കുന്ന സംസ്കാരമല്ല അത് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വർഗീയമാണ്. അതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ദേശീയതയാണ്. എന്തൊരു തെറ്റാ അവരൊക്കെ ചെയ്യുന്നത്? മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇനിയെങ്കിലും നമ്മളൊക്കെ കണ്ണു തുറക്കണം. അതിനാണ് നമ്മൾ രാമായണം പഠിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയത്തിനെതിരല്ല, ഇത് സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ പൈതൃകമാണ്, ഇത് നമ്മുടെ പാരമ്പര്യമാണ്. 7000 വർഷം മുമ്പ് എന്ത് രാഷ്ട്രീയ രാമന്? അത് എവിടെയാണ് രാഷ്ട്രീയം ഉള്ളത്? ഇന്നിപ്പോ രാമന്റെ കാര്യം പറയുമ്പോൾ ഞാൻ RSSകാരനായി. രാമൻ എവിടെയാണ് RSS? ഇത് പാരമ്പര്യമാണ്, നമ്മുടെ സംസ്കൃതിയാണ്, അല്ലേ? ഇത് നമ്മുടെ പൈതൃകമാണ്. ഇതേ നിലനിൽക്കുള്ളൂ. രാഷ്ട്രീയങ്ങളൊന്നും, അത് BJP ആയാലും RSS ആയാലും ഹിന്ദു ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഒന്നും നിലനിൽക്കില്ല. അതൊക്കെ 100 വർഷം കൊണ്ടുണ്ടായതാണ്. ഇതോ 7000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജാക്കന്മാരുള്ള കാലം, ഗുരുക്കന്മാരുള്ള കാലം ഇതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാനല്ലെങ്കിൽ വേറൊരാൾ രാമായണം പറയാനുണ്ടാവും. അത് ഭാരതത്തിന്റെ മഹിമയാണത്. ആചാര്യന്മാര് വന്നുകൊണ്ടേയിരിക്കും, അല്ലേ? ഇത് സംസ്കൃതിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു നിങ്ങളോട് പറയാണ്, രാമായണത്തിലെ ഇത്തരം ദർശനങ്ങളെ സമൂഹത്തിലേക്ക് നമ്മൾ എത്തിക്കണം. എങ്കിലേ രാമായണം എന്ന് പറയുന്നത് അന്ധമായി വായിക്കേണ്ട ഒരു കൃതിയല്ല. ഇത് വെറുതെ ഒരു ഭക്തിയുടെ പേരിൽ കർക്കടക മാസം വായിച്ചു തീർക്കേണ്ട ഒരു കൃതിയല്ല. ഇതിൽ നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനുള്ള പല ഉത്കൃഷ്ടമായ ദർശനങ്ങൾ ഇതിനകത്ത് ഉണ്ട്. കുറേ നല്ല കാര്യങ്ങളെങ്കിലും നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ഇതിനെ കുറച്ചും കൂടി ഒരു ക്രിറ്റിക്കലി പഠിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇത്രയും ഭാഗം പറഞ്ഞ് പിന്നീട് ഭരതൻ പോയി, രാമൻ അവിടെ നിന്ന് നേരെ മനസ്സിലാക്കി ഇനി ആ ചിത്രകൂടത്തിൽ നിന്നാൽ ശരിയാവില്ല. കാരണം രാമൻ നോക്കുമ്പോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റുകൾ വരിക രാമനെ കാണാൻ വേണ്ടി. സുഖല്ലേ രാമ, സുഖല്ലേ രാമ, കാട്ടിലെങ്ങനെ ഇരിക്കണു? അപ്പൊ ഞാൻ ഈ കാട്ടിലിരുന്നാൽ നാട്ടിലുള്ള ജനങ്ങളൊക്കെ ടൂറും പറഞ്ഞിട്ട് എങ്ങോട്ട് വരും? കാട്ടിലേക്ക് വരും. വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും ചെയ്യും. രാമൻ നോക്കുമ്പം നാട്ടിലുള്ള പരിപ്പുവട, ഉഴുന്നുവട, എല്ലാ പൊക്കോട, ഇതും കൊണ്ടൊക്കെ ജനങ്ങള് രാമനെ കാണാൻ വരുന്നു, രാമന്റെ കുശലം അന്വേഷിക്കാൻ വരുന്നു. അപ്പൊ രാമൻ വിചാരിച്ചു ഇവരുടെ കൂടെ നിന്നാൽ ശരിയാവില്ല. അപ്പൊ നോക്കൂ, രാമൻ അവിടെ അങ്ങനെ സുഖമായിട്ടിരുന്നാൽ മതി, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നാട്ടിൽ നിന്ന് വേണമെങ്കിൽ കുറച്ച് പരിപ്പുവട കൊടുത്തോളൂ, അത് പറഞ്ഞ സംഗതി അവിടെ എത്തും. പക്ഷെ രാമൻ അതിനൊന്നും നിന്നില്ല. രാമൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്നും സ്ഥലം വിടണം. അങ്ങനെ അവര് യാത്ര തിരിക്കുകയാണ്. നേരെ പോകുന്നത് അത്രി മഹർഷിയുടെ ആശ്രമത്തിലാണ്. അങ്ങനെ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ പത്നിയുമുണ്ട്. ആരാണ് അദ്ദേഹത്തിന്റെ പത്നി?
അനസൂയാദേവി. ആരാണ്? അനസൂയാദേവി. ഈ അനസൂയാദേവിയുടെയും അത്രി മഹർഷിയുടെയും ആ സാന്നിധ്യം നിറഞ്ഞ ആശ്രമത്തിൽ കുറച്ചു കാലം താമസിച്ച് അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ദേവിക്ക് നല്ല കുണ്ടലങ്ങളും അതുപോലെ തന്നെ പട്ടുവസ്ത്രങ്ങളൊക്കെ ആര് കൊടുത്തു? അനസൂയാദേവി. അപ്പൊ നമുക്ക് കാട്ടിലുള്ള ഈ ദേവിയുടെ കയ്യിൽ കുറെ വില പിടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഓർണമെന്റ്സ് ഒക്കെ ദേവിക്ക് കൊടുത്തു. അങ്ങനെ അവിടെ താമസിച്ചതിന് ശേഷം പിന്നീട് അവര് നേരെ ആരണ്യത്തിലേക്ക്, അരണ്യത്തിലേക്ക്, ദണ്ഡകാരണ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ദണ്ഡകാരണ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ രാമൻ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് ലക്ഷ്മണനും സീതയ്ക്കും. ദേ വളരെ ശ്രദ്ധിക്കണം, ഈ കാടിനകത്ത് വളരെ ക്രൂരന്മാരായ നിശാചരന്മാരും ഒക്കെ ഉണ്ട്. ദണ്ഡകാരണ്യം എന്ന് പറഞ്ഞാൽ തന്നെ ആരണ്യത്തിന്റെ ആ ഒരു ശക്തിയും തീവ്രതയും കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ഇവിടെയാണ് നമുക്കൊരു നല്ല മനോഹരമായ വരികൾ എഴുത്തച്ഛൻ എഴുതി വെച്ച് നമുക്ക് കാണാം. ആ ഭാഗം ഒന്ന് ഞാൻ വായിക്കാം. 60-ാമത്തെ ആ ശ്ലോകം. ഇത് രാമൻ ലക്ഷ്മണനോട് പറയാണ്. ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. രാഘവൻ ലക്ഷ്മണനോട് പറയാണ്. കണ്ടു ശ്ലോകം? കണ്ടില്ലേ? 60-ാമത്തെ ശ്ലോകം കണ്ടു. ആരണ്യകാണ്ഡത്തിൽ 60. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എന്താ വെച്ചാൽ ഓരോ കാണ്ഡത്തിലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്പർ എഴുതിയിട്ടില്ല. ഓരോ കാണ്ഡത്തിലും സെപ്പറേറ്റ് അവരിങ്ങനെ എഴുതിയിരിക്കണം. അപ്പൊ അതായത് ഒരു 50 വരി, ഒരു 100 വരികൾ കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. 100 വരികൾ കഴിഞ്ഞാൽ ഞാൻ ഈ വായിക്കുന്നത്. ഘോരരാക്ഷസകുലസേവിതം ഭയാനകം കണ്ടോ? ക്രൂരസർപ്പാതി പൂർണ്ണം കണ്ടു രാഘവൻ ചൊന്നാൻ. കണ്ടോ? കാണുന്നില്ല? ആ ലക്ഷ്മണ നന്നായി 4 പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസംപരീക്ഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കുകയും വേണം, നല്ലൊരു ശരമോരി പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം, വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ കഥഭയം. എങ്ങനെയാണ് നടക്കേണ്ടത്? മുന്നിൽ നീ നടക്കണം, പിന്നിൽ വൈദേഹിയും പിന്നാലെ ഞാനും. ഏതുപോലെ? ജീവാത്മാ പരമാത്മാക്കിടയിൽ അല്ലെ, ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മായാശക്തി എന്നതുപോലെ. ഇതൊരു ഗംഭീരമായ ഒരു വ്യാഖ്യാനമാണ്. ലക്ഷ്മണ നീ മുന്നിൽ നടക്കണം, അതിന് പിന്നാലെ വൈദേഹിയും, അതിന് പിന്നാലെ ഞാനും. ഏതുപോലെ? ജീവാത്മാവ് പരമാത്മാക്കിടയിൽ മായാശക്തി, ദേവിയ മഹാമായാശക്തി എന്നതുപോലെ. മനസ്സിലായില്ലേ? അപ്പൊ എന്താ ഈ മഹാമായാശക്തി? ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വാക്കാണ്. അപ്പൊ എന്താണ് ജീവാത്മാവ്, എന്താണ് പരമാത്മാവ്? ജീവാത്മാവ് എന്ന വാക്കിന്റെ അർത്ഥം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. കർത്തൃത്വ ഭോക്തൃത്വം എന്നാണ്. എന്താണ്? നമ്മളിലെ ഒന്നും വേണ്ട സ്വാർത്ഥ മനസ്സ് എന്ന് പറയാ. എന്താണ്? സ്വാർത്ഥ മനസ്സാണ് ആര്? ജീവാത്മാ. ഇനി പരമാത്മാവ് ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള ത്യാഗത്തിന്റെ, ക്ഷമയുടെ, സഹനശക്തിയുടെ മനസ്സാണ് ആര്? പരമാത്മ. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ സഹനശക്തിയുടെയും ക്ഷമയുടെയും മനസ്സ് വരുമ്പോൾ നമ്മൾ ആരായി? പരമാത്മാവായി. നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയുടെ, എടുത്തുചാട്ടത്തിന്റെ, അനുഭവിക്കുന്നവന്റെ ഭാവം വന്നാൽ നമ്മൾ ആരായി? ജീവാത്മാവായി. അപ്പൊ ജീവാത്മാവാകുമ്പോൾ ഈ മായ വാസനയാവും. ആരാവും? വാസനയാവും. മായ വാസനയായാൽ ജീവാത്മാവ് ദുരിതം അനുഭവിക്കണം. അതേ മായ സാധനയായാൽ പരമാത്മാവിനോട് ചേർന്നു. വാസനയായാൽ ജീവാത്മാവിനോടും, സാധനയായാൽ
ആരോട്? പരമാത്മാവിനോട്. അപ്പൊ ഈ മനസ്സിനെ പരമാത്മാവിനോട് ചേർക്കാൻ എന്താ വേണ്ടത്? പറയൂ. സാധനാനുഷ്ഠാനം വേണം. അപ്പോഴേ മനസ്സ് ആരോട് ചേരുള്ളൂ? പരമാത്മാവ്. ആ സാധന അനുഷ്ഠാനം ഇല്ലാത്തോടത്തോളം കാലം നിങ്ങൾ തല കുത്തി മറഞ്ഞാലും നിങ്ങൾക്ക് ദുഃഖത്തുനിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല, പരിഹരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ വാസന എന്ന് പറയുന്നത് നിങ്ങളിലെ സ്വാർത്ഥതയും എടുത്തുചാട്ടവും നിങ്ങളുടെ പ്രതിഷേധവും നിങ്ങളുടെ അസ്വസ്ഥതയും ഒക്കെ കാരണം നിങ്ങളുടെ വാസന അതാണ്. വാസനയ്ക്കനുസരിച്ച് ജീവിതം വരുന്നു. അപ്പൊ നിങ്ങളുടെ വാസന മാറ്റാത്തോടത്തോളം കാലം, വാസന എന്ന് പറഞ്ഞാൽ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വൈകാരിക ചിന്തകളെയാണ് എന്ത് പറയുക? വാസന എന്നുള്ളത്. ഈ വാസന മാറ്റാത്തോടത്തോളം കാലം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധ്യമല്ല. അപ്പം നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ ഈ വാസനാ മനസ്സ് ഏതായി മാറും? ഏതായി മാറും? സാധനാ മനസ്സായിട്ട് മാറും. ഏതായി മാറും? അപ്പൊ അത് ഏതിനോട് ചേരും? അപ്പൊ നമ്മുടെ ഉള്ളിൽ ക്ഷമാശക്തി, സഹനശക്തി, ത്യാഗശക്തി തുടങ്ങിയിട്ടുള്ള ആന്തരികമായ ആത്മീയമായ ശക്തികൾ ഉണരാൻ വരും. അതുകൊണ്ട് മായയെ രണ്ട് പേര് വിളിക്കും. ഒന്നാമത്തെ പേര് അവിദ്യ എന്ന് വിളിക്കും, രണ്ടാമത്തത് വിദ്യ എന്ന് വിളിക്കും. ഒരേ മനസ്സ് തന്നെയാണ് അവിദ്യയാവുന്നതും അതേ മനസ്സ് തന്നെയാണ് വിദ്യ. ലക്ഷ്മണോപദേശം ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. അങ്ങനെ ഒരു വാക്കുണ്ടോ അവിടെ എന്നുള്ളത്? അപ്പൊ നിങ്ങൾക്കത് കാണാൻ പറ്റും. ലക്ഷ്മണോപദേശം പുറകോട്ട് പോകണം. അപ്പൊ അവിടെ നമുക്ക് ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന അതിമനോഹരമായൊരു ഉപദേശം നമ്മളിവിടെ വായിച്ചിരുന്നു. ആ വായിച്ച സമയത്ത് ഞാനത് പറയുകയും ചെയ്തിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓർക്കുന്നുണ്ടോ? ലക്ഷ്മണോപദേശം ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഓർത്ത് വായിക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഈ കർക്കിടക മാസം മാത്രം വായിക്കണം എന്നൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഒന്ന് ഉറയ്ക്കും. എന്താണ് ലക്ഷ്മണോപദേശം? അയോധ്യ കാണ്ഡത്തിൽ നമുക്ക് കാണാം. എവിടെയാ വരുന്നത്? ഇത് 1140. ഇത് വരുന്നത് അയോധ്യ കാണ്ഡത്തില് 1140. കിട്ടിയോ ആ ഭാഗം? ദേഹമല്ലൊർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകൾ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. കണ്ടോ വരികള്? അപ്പം ഒരേ മനസ്സ് തന്നെയാണ് അവിദ്യയുമാവുന്നത് വിദ്യയുമാവുന്നത്. സംസാരകാരിണിയാകുന്നത് വിദ്യയും സംസാരനാശിനിയാകുന്നതോ വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയായി വിദ്യാഭ്യാസമേകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധലോപമോഹാദികൾ ഇതൊക്കെ അവിദ്യയുടെ ഭാഗമാണ്. ശത്രുക്കളാകുമെന്നറിയുക നീ. കാണുന്നുണ്ടല്ലോ ഈ ഭാഗങ്ങളൊക്കെ. അപ്പം ഇവിടെ രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, നീ മുന്നിൽ നടക്കണം, അതിൻ്റെ പിന്നാലെ സീതയും അതിൻ്റെ പിന്നാലെ ഞാനും. ഇതാണ് നമ്മുടെ ഉള്ളിലെ ചിത്രം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നടക്കുന്നത് ലക്ഷ്മണൻ. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ എന്നത് മനസ്സിന്റെ പ്രതീകമാണ്. എങ്ങനെയുള്ള മനസ്സ്? ഒരു വൈകാരിക മനസ്സിനെയാണ് ലക്ഷ്മണൻ എന്ന് പറയാം. എങ്ങനെയുള്ള മനസ്സ്? ആ മനസ്സ് വാസനയോടുകൂടി ചേർന്നാൽ അത് പ്രക്ഷുബ്ധമാവും. സ്വാർത്ഥ മനസ്സാണ്, അത് എടുത്തുചാട്ടത്തിന്റെ മനസ്സാണ്. അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ കൂടെയുണ്ട്. ഇനി ആ മനസ്സിന്റെ പിന്നിലുള്ള വാസന, ആ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന വാസന, അതാണ് ദേവി മായ എന്ന് മനസ്സിലാക്കണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സാധനാനുഷ്ഠാനത്തിലൂടെ മാറ്റിയെടുക്കുമ്പോൾ അത് ക്രമേണ ക്രമേണ നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയിൽ നിന്നും ത്യാഗത്തിലേക്കും ക്ഷമയിലേക്കും സഹനശക്തിയിലേക്കും നമ്മളെ മാറ്റിയെടുക്കും. അപ്പൊ നമ്മൾ ആരോടുകൂടി ചേർന്നു? ആരോടുകൂടി ചേർന്നു? പരമാത്മാവിനോട് ചേർന്നു. അപ്പൊ മനസ്സിനെ ജീവാത്മാവിനോടും ചേർക്കാം. പറയൂ. പരമാത്മാവിനോട് ചേർക്കാം.
ഏതുപോലെ? രാമനും ലക്ഷ്മണനും ഇടയിൽ ആര് നിൽക്കുന്ന പോലെ? സീത നിൽക്കുന്നത് പോലെ. ഈ കഥകളൊക്കെ എത്ര ഗംഭീരമാണ് നോക്കൂ. ഇനി നിങ്ങൾ നോക്കൂ, ഈ വൈകാരിക മനസ്സിന്റെ മറ്റൊരു പേരാണ് നമ്മൾ രാവണൻ എന്ന് പറയുന്നത്. ഇപ്പൊ രാവണൻ, 10 തലയുള്ള രാവണൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കണം? 10 ഇന്ദ്രിയങ്ങളിൽ തല വെച്ചിരിക്കുന്നവനെയാണ് രാവണൻ. എവിടെ? നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളാണ്? 10 ഇന്ദ്രിയങ്ങളാണ്. അതിൽ തല വെച്ചിരിക്കുന്നവനാണ് ആര്? രാവണൻ. രാവണന് 10 തലയല്ല, 10 ഇന്ദ്രിയങ്ങളിലാണ് തലയിരിക്കുന്നത്. അപ്പൊ ഓരോ ഇന്ദ്രിയവും ഓരോ തലയായിട്ട് കാണാം. മനസ്സിലായില്ലേ? ഓരോ ഇന്ദ്രിയവും ഓരോ തലയായിട്ട്. ആ രാവണന്റെ കസ്റ്റഡിയിൽ നിൽക്കുന്നു സീത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാവണനാകുന്ന ആ ഒരു സ്വാർത്ഥതയുടെ പിടിയിലാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. ആ രാവണനിൽ നിന്നും ആ സീതയെ മോചിപ്പിച്ച് ആരിലേക്ക് എത്തിക്കണം? ആരിലേക്ക് എത്തിക്കണം? രാമനിലേക്ക് എത്തിക്കണം. അപ്പൊ ഈ യുദ്ധം എവിടെയാ നടക്കേണ്ടത്? ഈ യുദ്ധമൊക്കെ എവിടെയാ നടക്കേണ്ടത്? ഈ തരത്തിലുള്ള ഒരു സൂക്ഷ്മ അർത്ഥവും ഈ കൃതികൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇത് വെറും ഒരു രാമന്റെയും രാവണന്റെയും കഥയല്ല. നമുക്ക് പോലും നമ്മുടെ ഉള്ളിലുള്ള ആത്മാരാമനായ, പരമാത്മാരാമനായ, മനസ്സിലായില്ലേ, ആ സത്യത്തെ ബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിക്കാനുള്ള ഒരു മാർഗം കാണിച്ചു തരിക. കാരണം നമ്മളെ ഹിന്ദു സമൂഹത്തെ പഠിപ്പിക്കുന്ന 2 കാര്യമാണ്. ഒന്ന് ബ്രഹ്മപ്രാപ്തി, 2 സാധന. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഒരു സമ്പത്തായി കൊണ്ട് നടക്കണം. ഏതൊക്കെയാണ്? ബ്രഹ്മപ്രാപ്തി. ഞാൻ എന്തിനാ ഭൂമിയിൽ വന്നത്? അതൊക്കെ മറന്നുപോയി നിങ്ങൾ. എന്തിനാ നമ്മൾ ഭൂമിയിൽ വന്നത്? ബ്രഹ്മത്തെ പ്രാപിക്കാനാണ്. എന്താണ്? പൂർണ്ണത പ്രാപിക്കാനാണ്. ആ മന്ത്രങ്ങളൊക്കെ ഓർക്കണം. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്ചിതം. അതെങ്ങനെയാ എനിക്ക് പ്രാപിക്കാൻ പറ്റുക? അതെങ്ങനെയാ പ്രാപിക്കുക? സാധനാനുഷ്ഠാനം. എന്താണ്? നാമം ജപിക്കുന്നു, പ്രാണായാമം ചെയ്യുന്നു, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. ഭാഗവതം വായിക്കുന്നു, രാമായണം വായിക്കുന്നു, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിച്ച സാധനയായിട്ട് മാറി അത് ക്രമേണ നമ്മളെ പരമാത്മാവിലേക്ക് എത്തിക്കും. അങ്ങനെ നമ്മൾ പൂർണ്ണതയിൽ എത്തിച്ചേരും. ഈ ചിത്രങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വ്യക്തമാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു പരിഭവവും ദുഃഖവും വിഷമവും ഇല്ല. കാരണം ഓരോ ദിവസവും പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയുടെ ദിവസമാണ്. ഞാൻ ദുഃഖിച്ചിരുന്നിട്ടോ വിഷമിച്ചിട്ടോ കരഞ്ഞിട്ടോ പരിഭവം പറഞ്ഞിട്ടോ അവര് നോക്കിയില്ലേ അവര് തോണ്ടി, ഇവര് പിച്ചി, ഇവര് നുള്ളി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും LKG കുട്ടികളെ പോലെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആര് നോക്കിയാലും നോക്കിയില്ലെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും യോഗരഥോവാ ഭോഗരഥോവാ സംഘരഥോവാ സംഘവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദതി. ആചാര്യസ്വാമികളുടെ വരികളാണ്. എന്ന് പറഞ്ഞ പോലെ ആര് വന്നാലും വന്നില്ലെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും കേട്ടാലും കേട്ടില്ലെങ്കിലും പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയാണ് എൻ്റെ ജീവിതം. അപ്പൊ ഒരു ദിവസം പോലും എനിക്ക് കളഞ്ഞു കുളിക്കാനില്ല, പരിഭവം പറഞ്ഞിരിക്കാനില്ല, കുറ്റവും കുറവും പറഞ്ഞ് ചിന്തിക്കാനില്ല. കാരണം ഇവിടെ ഇല്ലാത്തതും കിട്ടാത്തതും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ എന്താണ്? നേടാനുള്ളതിന് വേണ്ടി സമയം ചെലവഴിക്കുക. എന്താ നേടേണ്ടത്? ആ ബോധം ഉറക്കണം. എന്താ നേടേണ്ടത്? ഓട്ടോറിക്ഷയോ? നിങ്ങൾ വീട്ടിൽ പോകേണ്ട കാര്യമില്ല പറയണത്. ബ്രഹ്മതത്വം. എന്താണ് നേടേണ്ടത്? എനിക്ക് ബ്രഹ്മതത്വം നേടണം. ഇപ്പോഴോ ഞാൻ ബ്രഹ്മതത്വത്തിലിരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഏതുപോലെ ഞാനിതൊക്കെ പറഞ്ഞു ആവർത്തിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ വീണാൽ അതിൻ്റെ മനസ്സിൽ ഒരു മനസ്സുണ്ടെന്ന് ഇരിക്കുക. ആ വെള്ളത്തുള്ളിയുടെ മനസ്സിൽ എന്തായിരിക്കും ആഗ്രഹം? അത് ഒഴുകി 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 എനിക്ക് സമുദ്രത്തിൽ. അതാണ് ബ്രഹ്മതത്വം എന്ന് വിചാരിക്കുക. ആ സാഗരമാണ് ബ്രഹ്മതത്വം. അപ്പൊ ഒരു തുള്ളി വെള്ളത്തിന്റെ മനസ്സിൽ എനിക്ക് ബ്രഹ്മതത്വം പ്രാപിക്കണം. അപ്പൊ അത് ആര് കൂടെയുണ്ട് ആര് കൂടെയില്ല, അവര് നോക്കിയോ ഇവര് നോക്കിയോ ഒന്നും ആലോചിക്കാതെ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കണോ? ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല, ആര് നോക്കി ആര് നോക്കിയില്ല, ഇതൊന്നും പറഞ്ഞ് സമയം ചെലവഴിക്കാതെ എനിക്ക് ബ്രഹ്മതത്വത്തെ പ്രാപിക്കണം. അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരു വലിയ അനുഗ്രഹമായി മാറി. മനസ്സിലായില്ലേ?
അപ്പൊ യാത്ര ഒരു ദണ്ഡകാരണ്യത്തിലൂടെ യാത്രയാണ്. എന്താ ഈ ദണ്ഡകാരണ്യം? നമ്മുടെ ഉള്ളിലുള്ള നിറഞ്ഞ വാസനകൾക്കുള്ളിലൂടെയുള്ള ഒരു യാത്രയാണ്. ആ വാസനകളുടെ ഉള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സാധനയാകുന്ന സീതയെ നടുക്ക് വെച്ച് പോയിട്ടില്ലെങ്കിൽ ഈ വാസനകൾ നമ്മളെ പരമാത്മാവിൽ നിന്നും അകറ്റിക്കളയും. അതുകൊണ്ട് പറയാണ്, ലക്ഷ്മണ നീ മുന്നിൽ നടക്കണം, പിന്നാലെ സീതയും. ജീവാത്മാ പരമാത്മാക്കിടയിൽ മഹാമായ എന്നതുപോലെ ഇപ്രകാരം നല്ലൊരു തത്വത്തെ ഇവിടെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ആരണ്യകാണ്ഡത്തിലേക്ക് രാമനും ലക്ഷ്മണനും സീതയും പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് വിരാതവധം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ്. അതൊക്കെ നമുക്ക് കാപ്പിക്ക് ശേഷം, ചായക്ക് ശേഷം അടുത്ത സെഷനിൽ നോക്കാം. അടുത്ത സെഷൻ നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് നമ്മൾ തുടർന്ന് ആരംഭിക്കും. എല്ലാവരും വേഗം കാപ്പിയൊക്കെ കഴിച്ചിട്ട് വേഗം വരാം. സർവത്ര ഗോവിന്ദ